ക്രിസ്തുവിൽ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഞാൻ വന്ദനം ചൊല്ലുന്നു. വ്യക്തിപരമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവവചനത്തിന്റെ ഈ സത്യങ്ങളെ ഗ്രഹിക്കുന്ന ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതിനാൽ ദൈവം നൽകിയ വലിയ ഭാരത്തോടെ നിങ്ങളെ ശുശ്രൂഷിക്കാനാണ് കർത്താവ് നൽകിയ നിയോഗം. നമ്മള് പഠിച്ചു വരുന്നത് ഏൻഷ്യന്റ് പാത്ത് എന്ന നമ്മുടെ ടൈറ്റിലാണ്. ഏൻഷ്യന്റ് പാത്ത് ജെറമ്യാവിന്റെ പ്രവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പുരാതന പാതകളെ നിങ്ങൾ പിന്തുടരുക, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക്, നിങ്ങളുടെ പ്രാണന് വിശ്രമമുണ്ടാകും. Your soul shall find rest. ഇന്ന് നമ്മുടെ ഇത്രയും ക്ലാസ്സുകളിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ എല്ലാവരും തന്നെ ഒരു പുതിയ ആത്മീക യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. എനിക്ക് ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ, ദൈവമക്കളിൽ നിന്ന് ലഭിക്കുന്നതായ ഫീഡ്ബാക്ക്, ഇത് ദൈവനിയോഗത്താൽ സംഭവിച്ചു എന്നതിന് വലിയ ദൃഷ്ടാന്തമായിട്ട് ഇരിക്കുക. ഹല്ലേലൂയ. ഒരു മിസ്റ്റിക്കൽ അപ്രോച്ചാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ 4 മനുഷ്യരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ സിംപിളി ആവർത്തിക്കുന്നു. A man of the altar, the man of the altar, the man of the tent, and the man of the well, and for the man of the kingdom of God, അല്ലെങ്കിൽ the kingdom. യാഗപീഠത്തോട് ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുന്നറിഞ്ഞവൻ അബ്രഹാം. കൂടാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ, പൗലോസിന്റെ ഭാഷയിൽ വിളിക്കപ്പെട്ടവൻ ഇസ്ഹാക്ക്. മൂന്നാമതായി ഉറവിനരികിൽ, കിണറിനരികിൽ ഇരിക്കുന്നില്ലെങ്കിൽ the man of the well, ജേക്കബ്. പൗലോസിന്റെ ഭാഷയിൽ നീതീകരിക്കപ്പെടുക എന്ന് പറയും. നമ്മളൊരു ഫർദർ ജേണിയിലാണ്. നീതീകരണത്തിന്റെ ഉയർന്ന സ്ഥായിയിൽ നിന്ന് നീതീകരണത്തിനപ്പുറത്തുള്ള തേജസ്കരണത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ ഗ്ലോറിഫിക്കേഷനിലേക്ക് പോകണം, തേജസ്കരണത്തിലേക്ക് പോകണം. ക്രിസ്തു പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കുക. വാട്ട് ഈസ് ദാറ്റ് ജേർണി? ക്രിസ്തു പിതാവിന്റെ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റതിനെ നാം വിളിക്കുന്നു തേജസ്കരിക്കപ്പെട്ടു. അതുപോലെ നാം നടക്കണമെന്ന് പറഞ്ഞാൽ അതുപോലെ നാം മരിച്ചിട്ടാകണമെന്നല്ല, അതുപോലെ നടക്കണം. ദാറ്റ് മീൻസ് we need to walk as a glorified one. തേജസ്കരിക്കപ്പെട്ടവരാണ് വിശുദ്ധന്മാർ. തേജസ്കരിക്കപ്പെട്ടവരെ കൊണ്ട് ഒരു ജനറേഷൻ ആരംഭിക്കാൻ പോകും. കൊറോണ എന്ന ഈ വലിയ പാൻഡമിക് സീസണിൽ ദൈവം എന്നോട് പറഞ്ഞ സത്യം, ഈ സീസണിന് ശേഷം പാപത്തോട് മല്ലിടുന്നവരെ അല്ല, പാപവുമായിട്ട് ഡീൽ ചെയ്യുന്നവരെ അല്ല, തേജസ്സുമായി ഡീൽ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ ദൈവം ഈ കാലത്തിന് ശേഷം പുറത്തു കൊണ്ടുവരാൻ പോകും. They are going to deal with the glory. ആ തലമുറയ്ക്ക് ദൈവം ഇട്ടിരിക്കുന്ന പേര് ഗ്ലോറി ജനറേഷൻ എന്നാണ്. ഒരുപാട് ടൈറ്റിൽസ് നമ്മൾ എടുത്തുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ പേരിടുന്നില്ല. ഗ്ലോറി ജനറേഷൻ. ഈ മിസ്റ്റിക്കൽ സ്കൂളിലുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഗ്ലോറി ജനറേഷന്റെ ഭാഗമാണ്. We are going to deal with the glory. We are going to engage with the glory. We are going to participate in the glory. We are going to practice the glory. We are going to explore the glory. ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ പിന്നെ റിവൈൻഡ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്തു.
exploring the glory, participation in the glory, practicing the glory, engaging with the glory. ഇതൊക്കെ ഓരോ സബ്ജക്റ്റുകളാണ്, ഓരോന്നും ഘനമേറിയ സത്യങ്ങൾ. So God is going to rise up a generation, those who are going to deal with the glory. അവർ ഒരേ സമയം ഭൗതിക ലോകത്തിലും ആത്മലോകത്തിലും ചലിക്കാൻ പോവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗം അവർക്ക് ദൂരെ നിൽക്കുന്ന ഒരു സ്ഥലമാകത്തില്ല. സ്വർഗം അവരുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു ഡയമെൻഷന്റെ ജസ്റ്റ് അപ്പുറത്തായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ തിരിയുന്നത് പോലെ ആയിരിക്കും. അവരിങ്ങനെ നിൽക്കുമ്പോൾ ഭൗതിക ലോകത്തെ കാണും, ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുമ്പോൾ അവർ ആത്മലോകത്തെ കാണും. They will walk with their physical friends, at the same time they will walk with the angels. They will talk with the family members, at the same time they will talk with the heavenly beings. God is rising a generation, those who are always walking with the heavenly beings. പൗലോസിന്റെ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലുള്ള ഉയരത്തിലുള്ളവരാകയാൽ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. Can you imagine that word? Think about the above. ഹെവൻലീസിനെ കുറിച്ച് ചിന്തിക്കുക, സ്വർഗീയമായതിനെ ചിന്തിക്കുന്ന ഒരു ജനറേഷൻ, ഗ്ലോറിഫൈഡ് ജനറേഷൻ. എനിക്ക് തോന്നുന്നു ആ മിസ്റ്റിക്കൽ സ്റ്റാൻഡേർഡിൽ മാത്രമേ നമുക്ക് ഇനി ക്ലാസ് നടത്താൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ഓൾറെഡി വി ഓൾ ആർ ഇൻക്ലൂഡഡ്. You can feel the presence of God in your family. When you are hearing the word, just expect some extraordinary beings are going to come and visit you. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസാധാരണമുള്ള വ്യക്തികൾ നിങ്ങളുടെ ഭവനത്തിന്റെ മുറിയിൽ വരുന്നത്, ഭവനത്തിന്റെ ഉള്ളിൽ വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. എക്സ്പെക്ട് ഇറ്റ്. ക്വൈറ്റ് നാച്ചുറൽ, അത് നാച്ചുറൽ, സൂപ്പർ നാച്ചുറൽ, ക്വൈറ്റ് നാച്ചുറൽ ആയിട്ട് മാറുന്ന ദിവസങ്ങളാണ്. നമ്മള് ഓൾട്ടർ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അബ്രഹാം എത്തിയ സ്ഥലമാണ്, അബ്രഹാം രണ്ടാമത് യാഗപീഠം ഉണ്ടാക്കിയ സ്ഥലമാണ് ബെയ്തേൽ എന്ന് പറയുന്നത്. ബെയ്തേൽ ഏലിന്റെ ഭവനം എന്ന, ഏലിന്റെ ഭവനം, ദൈവത്തിന്റെ വാസസ്ഥലം ബെയ്തേൽ. അവിടെ നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഒരു യാഗം നടന്ന സ്ഥലമെന്ന് ഞാൻ പറഞ്ഞു. ആ യാഗപീഠത്തിൽ റാം ഇൻ ദ തിക്കറ്റ്, നമുക്കറിയാം മുൾപ്പടർപ്പിൽ കുടുങ്ങിയ ഒരു ആട്ടുകൊറ്റനെ ബലി നടത്തിയ സ്ഥലമായിരുന്നു ഈ ബെയ്തേൽ. അബ്രഹാം ആ സ്ഥലത്തിന് പർവ്വതം എന്ന് പേരിട്ടു. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നത്, വീണ്ടും ഒന്ന് റീകളക്ട് ചെയ്യാം. ഇസഹാക്ക് ആ സ്ഥലത്തിന് വെളിംപ്രദേശം എന്ന് പേരിട്ടു. മൂന്നാം ജനറേഷൻ വന്നപ്പോൾ വലിയ പർവ്വതം ഒരു വീടായി മാറി. ജേക്കബ് അതിനെ ദൈവഭവനം എന്ന് വിളിച്ചു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവാദി ദൈവം വന്നു വസിക്കുന്ന ജെറുസലേം ആലയം പടുത്തുയർത്തിയതും ഇതേ സ്ഥലത്താണ്. ഇതിന്റെ തൊട്ടപ്പുറത്തൊരു സ്ഥലത്താണ്, കണ്ണെത്തുന്ന ദൂരത്ത്, റാം ഇൻ ദ തിക്കറ്റ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചത് ഇതേ സ്ഥലത്ത് തന്നെയാണ്, ബേഥേൽ. ഞാൻ അതിലേക്കൊക്കെ വരാം, കാരണം അതിനകത്ത് ഒരുപാട് മിസ്റ്ററീസ് ദൈവം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദ ബെയ്തേൽ ദൈവ ഭവനമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, എവിടെ എത്തിയെന്ന് നോക്കിയേ. ക്രൂശിലേക്ക്, ഒന്നാമത്തെ സ്ഥലം ക്രൂശാണ്, ഷെഖേം. ഓക്കുമരത്തിന്റെ ചുവട്ടിൽ യാഹെന്ന ദൈവം പ്രത്യക്ഷപ്പെടുക. ആ മരത്തിന്റെ ചുവട്ടിൽ പ്രത്യക്ഷപ്പെട്ടവനെ അതിന്റെ ചുവട്ടിൽ തന്നെ ബലിപീഠം ഉണ്ടാക്കി താനങ്ങ് ആവഹിച്ചെടുത്തു, അബ്സോർവ് ചെയ്തെടുത്തു. ഇതാണ് ഈ അപ്പിയർ ചെയ്തവനെ അബ്സോർവ് ചെയ്യുന്നതിന്റെ പേരാണ് സ്പിരിച്വാലിറ്റി.
അബ്സോർബ് ചെയ്യണം. അപ്പിയർ ചെയ്താൽ പിന്നെ അവനെ വെറുതെ വിടരുത്. അവനെ ആ നിമിഷം നിങ്ങൾ ഇങ്ങനെ സ്പോഞ്ചിൽ വെള്ളം എടുക്കുന്ന പോലെ ഇങ്ങനെ എടുത്തോണം. അബ്സോർബ് ചെയ്യുക. So when you are receiving some revelation from the word, that is the first fundamental appearance of Yahweh. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതു വെളിപ്പാട് നിങ്ങൾക്ക് ദൈവം തരുന്നെങ്കിൽ ഓർത്തോണം, ദാറ്റ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് യാഹ്. യാഹ് എന്ന ആളിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ഓരോ വെളിപ്പാടും. നമുക്കറിയത്തില്ല, നമ്മൾ വിചാരം വെളിപ്പാട് അറിവല്ല, വെളിപ്പാട് പ്രത്യക്ഷതയാണ്. ഓ ജീസസ്, നിങ്ങൾക്കൊരു വെളിപ്പാടുണ്ടായി എന്ന് പറഞ്ഞാൽ ഓർത്തോണം, മിസ്റ്റിക് ലിസൺ, സെയിൻസ് ലിസൺ, നിങ്ങൾക്കൊരു വെളിപ്പാടുണ്ടായി എന്ന് പറഞ്ഞാൽ ദൈവം ഒരു പുതിയ ആംഗിളിൽ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നർത്ഥം. നോളജ്, ദൈവം നിങ്ങൾക്കൊരു പുത്തൻ മെത്തേഡിൽ നിങ്ങൾക്ക് പ്രത്യക്ഷനായി. ആ നിമിഷം യു നീഡ് ടു അബ്സോർബ് ഹിം. നിങ്ങൾ അവനെ അബ്സോർബ് ചെയ്യണം. നിങ്ങൾ അവനെ അങ്ങ് സ്ക്വീസ് ചെയ്ത് അകത്താക്കിക്കണം. So God appeared before Abraham. Abrahamന്റെ മുമ്പിൽ വെളിപ്പെട്ട നിമിഷം he knows that there is only one way to absorb him, that is the altar. Abraham never feared by the appearance of God. Abrahamന്റെ ദൈവത്തിന്റെ ഇടയിൽ ഫിയർ ഫാക്ടർ ഇല്ല. Because Abraham was not driven by sin consciousness. Abraham was not driven by sin consciousness. So there was no sin consciousness in between Abraham and God. That's why there was no fear factor in between them. അതുകൊണ്ടാണ് ദൈവം എബ്രഹാമിനോട് പറഞ്ഞത്, he is my friend. ഫ്രണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. There is no hidden things in between them. Not the point. ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരിക്കലും ഒന്നും ഹൈഡ് ചെയ്യത്തില്ല. നല്ല സുഹൃത്തുക്കൾ ശരിയും തെറ്റും നല്ലതും തീയതും സകല കൊള്ളരായ്മയും സകല നല്ല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നവർ. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം വാസ് നേക്കഡ് ബിഫോർ ഗോഡ്. ഹി വാസ് നോട്ട് അഷെയിംഡ്. സോ ഇഫ് യു ആർ നേക്കഡ്, ഗോഡ് വിൽ ബി നേക്കഡ്. If you are naked, God will be naked. If God is naked, everything will be revealed. ദൈവം നേക്കഡ് ആകുന്നതിന്റെ അർത്ഥമാണ് നീ വെളിപ്പാട് പ്രാപിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആദം വാസ് നേക്കഡ് ബട്ട് ദേ വർ നോട്ട് അഷെയിംഡ്. ദാറ്റ് മീൻസ് ആദമും ദൈവവും നേക്കഡ് ആയിരുന്നു. അവരുടെ നടുവിൽ ഒരു സെപ്പറേഷൻ ഇല്ലായിരുന്നു, ഹൈഡിങ് മാറ്റർ ഇല്ലായിരുന്നു, ഹിഡൻ തിങ്സ് ഇല്ലായിരുന്നു. ബിക്കോസ് ഏദൻ വാസ് ദ പ്ലേസ് where God's heaven and earth were united together. There was no hidden things there. Everything's open. Amen. I just ask you, brothers and sisters, be naked before God. നിങ്ങൾക്കറിയാമോ, ഈ ഒരു പെർട്ടിക്കുലർ ട്രൂത്തിന്റെ മെറ്റീരിയലൈസ്ഡ് അഡൾട്ടറേറ്റഡ് ഫോമാണ് ഈ ഭാരതത്തിൽ, ലോകത്തിന്റെ പല രാജ്യങ്ങളിലും സ്പിരിച്വാലിറ്റി ഹയർ തലത്തിൽ വെളിപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരുടെ ഇടയിൽ they won't use the garments. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? അവരെന്ത് ഉപയോഗിക്കുന്നില്ല? വസ്ത്രങ്ങൾ ഉപയോഗിക്കാത്ത നാഗസന്യാസിമാർ ഇന്ത്യയിലുണ്ട്. നമ്മളൊരു നാണമില്ലയോ? അവരെ സംബന്ധിച്ചോളം ഒറിജിനലി നമ്മൾ നേക്കഡ് ആകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും മറയ്ക്കാതെ ദൈവം മുമ്പിൽ ജീവിക്കാതെ, ആ ട്രൂത്ത്, ആ വിഷ്ടം ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഇവരുടെ മേൽ ഇല്ലാത്തതുകൊണ്ട്, അല്ലെ ക്രൈസ്റ്റിന്റെ വെളിച്ചം വരാത്ത ഇവരുടെ മേൽ വരാത്തത് കൊണ്ട് they use the old path to live as a naked persons. ഇത് ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, എവിടെയെല്ലാം ക്ഷേത്രങ്ങളുണ്ടോ, ഇത് നിങ്ങൾ നോട്ട് ചെയ്യണത്, എവിടെയെല്ലാം അന്യാരാധനകൾ, മിഥ്യാരാധനകൾ, വിഗ്രഹാരാധനകൾ എല്ലാം ഉണ്ടോ,
ആ വിഗ്രഹാരാധനയുള്ള സകല ഇടങ്ങളിലും ലൈംഗികത അവരുടെ ആചാരങ്ങളുടെ ഭാഗമായിരുന്നു. ശ്രദ്ധിക്കണേ എല്ലാവരും, ലൈംഗികത. നമ്മുടെ ഇന്ത്യൻ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയി അവിടുത്തെ കൊത്തുപണികൾ ശ്രദ്ധിച്ചാൽ മിക്കവാറും എല്ലാം തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതായ, ലൈംഗികതയെ സൂചിപ്പിക്കുന്ന, സെക്ഷുവൽ റിയാലിറ്റിയെ സൂചിപ്പിക്കുന്നതായ കൊത്തുപണികളാണ് ഇവിടുത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും. അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ദൈവാരാധനയുടെ സ്ഥലത്ത് എന്തുകൊണ്ട് ഇങ്ങനൊരു രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു? നമ്മൾ പറയും ഇറ്റ് ഈസ് ഡെവിൾ. നോ, ഇറ്റ് ഈസ് നോട്ട് ഡെവിൾ. ഇറ്റ് ഈസ് എ റെവലേഷൻ ഡാർക്കൻഡ്. ഇരുണ്ടുപോയ വെളിപ്പാടിന്റെ ഒരു അംശമാണ്. ഇത് ദൈവത്തെ ഓർത്ത് മറ്റുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യേണ്ട, തൽക്കാലം ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുക. പുരാതനമായ ദേവസങ്കല്പത്തിൽ ദേവന്മാരെ പരിചരിക്കുന്ന ദേവദാസിമാർ, ദേവിമാരെ അവരെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതായ ദാസന്മാർ, പുരുഷന്മാരായിരിക്കുന്ന ദാസന്മാർ ദേവിയെ പ്രസാദിപ്പിക്കുന്നു, സ്ത്രീകളായിരിക്കുന്നവർ പുരുഷൻ ദേവന്മാരെ പ്രസാദിപ്പിക്കുന്നു. ഇവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. ദ സെയിം തിങ് ആണ് യേശു പഠിപ്പിച്ചത്. യേശു പഠിപ്പിച്ചത് ഞാനും നീ ഒരു ശരീരമാണെന്ന് പറഞ്ഞാൽ അർത്ഥം പറ. ജസ്റ്റ് ഇമാജിൻ ചെയ്യും. ഏക ശരീരം, ഒരു പുരുഷനും സ്ത്രീയും ഏക ശരീരത്തിൽ എത്തുന്നത് എപ്പോഴാ? ദാറ്റ് ഈസ് ഇൻഡ്വെല്ലിംഗ് റിലേഷൻഷിപ്പ്. അതിനപ്പുറത്തൊരു റിലേഷൻഷിപ്പ് ഭൂമിയിലില്ല. സോ ആക്ച്വലി ദ ട്രൂ സ്പിരിച്വാലിറ്റി is we are united with the body of Christ. We became one with the body of Christ. We became one in the spirit. ആത്മാവിലും ശരീരത്തിലും യേശുക്രിസ്തുവുമായി ഏകീഭവിക്കുന്ന അനുഭവമാണ് ട്രൂ സ്പിരിച്വാലിറ്റി. ഈ മിസ്റ്റിക്കൽ ജേർണി നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്ന അവിടെയാണ്. It is something scary. എനിക്കറിയാം ഇച്ചിരി സ്കേറി ആണെന്നറിയാം. But I want to openly tell, this is true relationship. Asking God, clapping for God, കരമുയർത്തി സ്തോത്രം, ഇതെല്ലാം these all the expressions. Living together is the true reality. ഞാൻ അതിലേക്ക് കോണ്ടംപ്ലേറ്റീവ് പ്രെയർ വരുമ്പോൾ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തോളാം. തൽക്കാലം നമുക്ക് ബേഥേലിലേക്ക് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞല്ലോ, ബേഥേൽ എന്ന് പറഞ്ഞ സ്ഥലം എബ്രഹാം, he called that, ദൈവം എബ്രഹാമിന് മുമ്പ് ആ സ്ഥലത്തിന്റെ പേരെന്താണ്? ഹമാക്കോം. ഹമാക്കോം ശ്രദ്ധിക്കുക, ഹമാക്കോം is the name of God. ഹമാക്കോം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ നാമമെന്നാണ്. ദ പ്ലേസ്. ജീസസ് അതിനെക്കുറിച്ച് ഒരു സൂചന ഒരിക്കൽ നൽകി. എന്റെ പിതാവിന്റെ, ഓ കമോൺ, എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേകം ഹമാക്കോംസ് ഉണ്ട്, അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക്, ഓ ഇത് മനസ്സിലാക്കുന്നവർ ഒന്ന് ഇവിടെ ഇരുന്ന് സ്വോത്രം ചെയ്തോണം. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കാൻ, I am going to prepare a place. What is that place? Hamakom, where God and his people became one. Hamakom is the place of meditation. Hamakum is the place where God is united with the people. നിങ്ങൾ എല്ലാവരും എനിക്കറിയാം യാത്ര തുടങ്ങി ഓൾമോസ്റ്റ് ആ ബേസിക്കിൽ എത്തിയവരാന്ന് എനിക്കറിയാം. യു ആർ യുണൈറ്റഡ് വിത്ത് ഗോഡ്. Simply you are practicing this reality. I know it well. But I want to tell you, brothers and sisters, God is always eagerly waiting for us to be with him. We want to be united with him. United with him. So Abraham, നമ്മൾ കുറച്ചു നേരം അവിടെ നിൽക്കുന്നത് അറിയുമ്പോൾ ഈ വ്യക്തികളിലാണ് ഫെയ്ത്തിന്റെ ബേസ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. കാരണം എബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ് എന്നതാണ് ദൈവത്തിന്റെ നാമം. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ഞാൻ നോക്കിയപ്പോൾ ഓൾ സ്പിരിച്വാലിറ്റി ആരംഭിച്ചത് ഇവിടെയാണ്.
ഗോഡുമായിട്ടുള്ള എൻകൗണ്ടേഴ്സ്, ദൈവസഭ, ദൈവരാജ്യത്തിന്റെ റീപ്രോഗ്രാമിംഗ്, spirituality, faith, miracle life, resurrection, prosperity, meditation, spirituality, holy life. നിങ്ങൾ എന്തൊക്കെ സ്പിരിച്വൽ വേൾഡിൽ കണ്ടിട്ടുണ്ടോ അതിന്റെ മുഴുവൻ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇരിക്കുന്നത് ഇവിടെയാണ്. ഏബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ് ആൻഡ് ജോസഫ് വാസ് ദ റിസൾട്ട്. ദാറ്റ്സ് വൈ ഗോഡ് അപ്പിയർ. എപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടാലും ദൈവം വളരെ പവർഫുൾ ആയിട്ട് വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട്, ഐ ആം ദ ഗോഡ് ഓഫ് ഏബ്രഹാം, ഐ ആം ദ ഗോഡ് ഓഫ് ഐസക്, ഐ ആം ദ ഗോഡ് ഓഫ് ജേക്കബ്. വൈ? Every reality is there. God was a friend there, God was a wife, husband there, God was a mother there. ദൈവം അമ്മയായി വെളിപ്പെട്ടതും ഭർത്താവായി വെളിപ്പെട്ടതും ദൈവം എന്തൊക്കെ ദൈവത്തിന്റെ വെളിപ്പാടുകളുണ്ടോ അതൊക്കെ ഭൗതിക മണ്ഡലത്തിൽ സ്പർശിച്ചവരാണ് ഈ മൂന്ന് പിതാക്കന്മാർ. They are the parents. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പേരന്റ്. ഞാൻ ഈ പറഞ്ഞ ഈ മിസ്റ്റിസിസത്തിന്റെ ഒരു ട്രൂത്ത് ഞാൻ പറയാം. ഞാൻ ആ ട്രൂത്ത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യ സമയത്ത് അതിൽ 2 വ്യക്തികളാണുള്ളത്, എൻ ടൈമുമായിട്ട് കണക്റ്റുള്ള 2 വ്യക്തികൾ. അത് ഒന്ന് ഹാനോക്ക്, മറ്റ് എലൈജ. ഈ 2 വ്യക്തികളും മരണത്തെ തോൽപ്പിച്ച് തങ്ങളുടെ ശരീരത്തെ സൂക്ഷിച്ചവരാണ്. They kept their body. Even still today, they are living in heaven with the same body they walked with God on the earth. Can you imagine? എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ സ്വർഗലോകത്തിൽ അസൂയപ്പെടുന്ന 2 വ്യക്തികളിൽ ആളുകളാണ് എലൈജയും മോശ. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മിക്കവാറും എല്ലാം തന്നെ ശരീരത്തെ ഭൂമിക്ക് വിട്ടുകൊടുത്തിട്ട് ഭവനത്തിൽ ചെന്നവരാ. യേശു ക്രിസ്തുവിനെ പോലെ തന്നെ അതേ ശരീരവുമായി സ്വർഗത്തിൽ വ്യഹരിക്കുന്ന 2 പേരെ കാണുമ്പോൾ ഇവര് കാരണമായിരിക്കും ഒരു പക്ഷേ ആത്മലോകത്തിൽ അസൂയ ജനിച്ചത്. അബ്രഹാം മുതലുള്ള എല്ലാവരും പറഞ്ഞു സംതിങ് സ്പെഷ്യൽ. നിങ്ങൾക്ക് എങ്ങനെ പറ്റിയോ? we are living without body and we are waiting for the body. You are living with the same body in the heaven. അതിനകത്തൊരാൾ പറയുകയാണ്, മലാക്കിയുടെ പുസ്തകത്തിൽ പറയുന്നു, അവൻ വന്ന് അപ്പന്മാരുടെ മക്കൾ. ഇതൊരു ഭയങ്കര ട്രൂത്താണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. മലാക്കിയുടെ പ്രവചനത്തിലെ ആ വാക്യം അമേസിംഗ് വാക്കാണ്. അതിലിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 4-ാം അധ്യായത്തിലെ സമാപന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഇതൊരു ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻസ്. അതായത് the heart of the father connected with the children. Amen. The heart of the children and the reconciled with the heart of the father. ഇവിടെ എന്തൊക്കെ തമ്മിൽ നിരക്കുമെന്ന്. ഫാദർ ആൻഡ് സൺസ് ആണ്. ഇത് ശ്രദ്ധിക്കണേ. ഫാദർ ആൻഡ് സൺസ്, ഫാദറും സൺസും എന്ന് പറഞ്ഞാൽ പൂർവ്വതലമുറയും പ്രസന്റ് ജനറേഷനും തമ്മിൽ come on, ഞാൻ പറഞ്ഞ പിടികിട്ടുന്നുണ്ടോ? They are going to be united. They are going to be reconciled. Father and sons, they are going to be reconciled. You know that is happening today. I'm reconciling this generation with the heart of the Father. When I'm speaking about Abraham and I'm speaking about Jacob and when I'm speaking about Isaac, I am just uniting this modern generation with the heart of the Father. This is the Elijah ministry. That's what I'm boldly telling. God's end time, the last plan started already. Hallelujah. ദൈവത്തിന്റെ സമാപന കാര്യപരിപാടി ആരംഭിച്ചു. ഇത് എത്ര വർഷം പോകും നമുക്കറിയത്തില്ല. ഇതൊരു പക്ഷെ 1000 വർഷം പോകാം, 10000 വർഷം പോകാം, 50000 വർഷം പോകാം. എന്തായാലും ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരുന്ന ആ മട്ട് കൂടിയ വീഞ്ഞിന്റെ
സ്വാദ് ആസ്വദിക്കാൻ ഈ തലമുറ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. രുചിച്ച് നോക്കാൻ ഈ തലമുറ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ അർത്ഥം ഇനിയും വരാൻ പോകുന്നത് വലിയ സെലിബ്രേഷന്റെ കാലങ്ങളാണ്. ഇത് ഈ വീഞ്ഞ് വലിച്ചു കുടിക്കുന്ന ഒരു ജനറേഷൻ വരാൻ പോവുകയാണ്. The heart of the father. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. പിതാക്കന്മാരുടെ ഹൃദയത്തെ മക്കളോടും, മക്കളുടെ ഹൃദയത്തെ പിതാക്കന്മാർ. എന്തിനർത്ഥം എന്താ? പിതാക്കന്മാരെ എന്താ ഉയർന്ന ഈ ആക്ച്വലി പിതാക്കന്മാർ മനസ്സിലാക്കുമ്പോൾ ദാറ്റ് ഇസ് എ മച്ചുവേർഡ് പീപ്പിൾ എന്നാണ്. മച്ചുവേർഡ് പീപ്പിൾ. അപ്പൊ മച്ചുവേർഡ് പീപ്പിളിന്റെ ഹാർട്ടിലുള്ള സ്വർഗീയ വിസ്ഡം is going to be transferred to the heart of the children. Immature. രണ്ട്, the mature persons are going to be submissive and be humbled before God, and they are going to come down. Humility like അവർ വരികയാണ്. എന്തിനാ? ഈ ജനറേഷനെ അവരുടെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാം. സോ നിങ്ങൾ പക്ഷെ ചിന്തിക്കുമായിരിക്കും, ഇപ്പം നമ്മൾ why I'm talking more about അബ്രഹാമിനെ കുറിച്ച് പറയേണ്ട ആവശ്യം എന്താ? ന്യൂ ടെസ്റ്റമെന്റ് റെവലേഷൻ ഇല്ലേ? ഓൾഡ് ടെസ്റ്റമെന്റിലെ കഥയാ ഇത്. ഓൾഡ് ടെസ്റ്റമെന്റിന്റെ കഥയല്ല. ഇവിടെ നമ്മൾ ഒരു ഇൻസിഡന്റും എക്സ്പ്ലെയിൻ ചെയ്യില്ല. വി ആർ എക്സ്പ്ലെയിനിങ് ദ ഹാർട്ട്, ദ ഏൻഷ്യന്റ് പാത്ത്, ദ വിസ്ഡം ദാറ്റ് ദ ഏൻഷ്യന്റ് ഫാദേഴ്സ് possessed. We are the children of Abraham. Do you believe that? അബ്രഹാമിന്റെ പുത്രന്മാരാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്താ അതിന്റെ അർത്ഥം? അബ്രഹാമിന്റെ ഇൻഹെറിറ്റൻസ് വാങ്ങിക്കേണ്ടവരാ നമ്മൾ. We thought that it is only spiritual material blessings. I'm not denying it, but I'm telling you, we have to possess the inheritance that Abraham was possessed. അബ്രഹാം തന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് നിക്ഷേപിച്ചതായ ആ സ്വർഗജ്ഞാനത്തെ നാം പ്രാപിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ഓക്കെ. സോ ഞാൻ നേരത്തെ വന്ന ഭാഗത്തിലേക്ക് തിരിച്ചു വരിക. എനിക്ക് കുറച്ചു നേരം അവിടെ നിന്നേ പറ്റുള്ളൂ. കാരണം ഏബ്രഹാം അവിടെ വന്നു, ഐസക്കിനെ അവിടെ കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാമോ, ഏബ്രഹാം ഐസക്കിനെ കൊണ്ടുവരുമ്പോൾ ഏബ്രഹാമിന്റെ ഹാർട്ടിൽ ഒരു ചിന്ത. നമ്മൾ വിചാരിക്കും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കാൻ കഴിയുന്നവനെ വിശ്വസിച്ചു എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നു. അപ്പം യഹോവയ്ക്ക് മരണത്തെ റിസൾട്ട് ചെയ്യാൻ, അതായത് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നു അബ്രഹാം. പക്ഷേ അതിന് അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്തെന്നറിയാമോ? അദ്ദേഹം അവിടെ ഒരു വലിയ കാര്യം ചെയ്തു. ആ ചെയ്തത്, അവിടെ ഒരു ബലിപീഠത്തിൽ ഐസക്കിന് പകരം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ട്രൂത്താണ്, ഐസക്കിന് പകരം അദ്ദേഹം ഒരു ആട്ടുകൊറ്റനെ യാഗം നടത്തി. ആമേൻ. അപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ഐസക്. ഐ എം ടെല്ലിങ് യു, ഇറ്റ്സ് നോട്ട് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ഐസക്. നിങ്ങൾ ഇതുവരെ കേട്ടോണ്ടിരുന്നതിനകത്ത് വെറൈറ്റി വേറൊന്ന് കേൾക്കാം. വേറെ പറഞ്ഞാൽ ട്രൂ കേൾക്കാം. ദൈവം കരുതിക്കൊള്ളും എന്ന് ഏബ്രഹാം പറഞ്ഞത് യാഗത്തിന് ശേഷമാണ്. നമ്മളാളുകൾ അത് വെച്ച് ഒരുപാട് പ്രസംഗങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ, ഇന്ന് രാത്രി കരുതിക്കോളും, നീ ഇവിടെ കയറി പോകുമ്പോൾ അപ്പുറത്തെ നാട്ടുകുറ്റം നടന്നു വരുന്നുണ്ട്, കരുതിക്കൊള്ളും. അത് ഇറ്റ്സ് ഗുഡ് വൺ. ലെറ്റ് ദം എൻജോയ് ദ വേർഡ്, നോ പ്രോബ്ലം. ഐ എം ഓൾസോ എൻജോയ്. പക്ഷെ നിങ്ങൾ ഉൽപ്പത്തി 22:17 വരുമ്പോൾ അവിടെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, അബ്രഹാം ആ സ്ഥലത്തിന് 14-ാം വാക്യം, അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. യഹോവ ഇരേ എന്ന വാക്കിനർത്ഥം യഹ്വേ യായിരേ എന്നാണ്. യഹ്വേ യായിരേ മീൻസ് God shall appear there. ദൈവം പ്രത്യക്ഷനാകും. പ്രത്യക്ഷപ്പെട്ടു അല്ല, പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് യഹോവ ജൈറേ എന്ന് പേരിട്ടു. ദൈവം പ്രത്യക്ഷനായി എന്നല്ല അതിന്റെ അർത്ഥം, പ്രത്യക്ഷനാകും എന്നാണ്. That is the future application, future prophecy.
നന്നായിട്ട് ശ്രദ്ധിച്ചോ. അപ്പം അടുത്തൊരു വാക്യം അവിടെ ഉണ്ട്. അപ്പൊ തീയും വിറകുമുണ്ട്, ഹോമയാഗത്തിലുള്ള ആട്ടുംകുട്ടി എവിടെയെന്ന് ചോദിച്ചു. 8-ാം വാക്യം, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടുംകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ. കരുതിക്കൊള്ളൂ എന്നല്ല. കാരണം ഈ നോക്കിക്കൊള്ളൂ എന്ന് എഴുതാൻ കാരണം എബ്രായ ഭാഷയിൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. നിങ്ങൾ ആ വാക്യത്തെ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ബൈബിളിനെ നോക്കണം. ഉൽപ്പത്തി 22-ന്റെ 8-ാം വാക്യത്തിൽ ദൈവം തനിക്കൊരു ഹോമയാഗത്തിന് ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ദൈവം തന്നെ ഒരു ഹോമയാഗ മൃഗമായി പ്രത്യക്ഷനാകും മകനെ എന്നാണ്. ദൈവം ഒരു ആട്ടിന്റെ കുട്ടിയെ മേളിൽ കരുതുമെന്നല്ല, ദൈവം തന്നെ. ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം വ്യക്തമാകുന്നുണ്ടോ? അപ്പൊ എബ്രഹാം തന്റെ പുത്രനോട് പറയുക, എടാ ഞാൻ നിന്നെയാണ് കൊല്ലാൻ പോകുന്നത്, നിന്നെ ബലി കർപ്പിക്കാനാ പോകുന്നത്. അല്ലാതെ അവിടെ വേറെ കുരുങ്ങി കിടക്കുന്ന ആടിനെ ഒന്നും നടത്താനല്ല. എന്റെ ഫെയ്ത്തിൽ നിന്നെ ഞാൻ കൊന്ന് നിന്റെ ശരീരം ദഹിപ്പിച്ചിട്ട് ചാമ്പലിൽ നിന്ന് നിന്നെയും ഞാൻ പിടിച്ചു വാങ്ങിക്കൊണ്ട് പുറത്തിറങ്ങാൻ പോവുക ഞാൻ. കാരണം ഞാൻ മരിക്കുന്നതിനെ വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ ഉയർപ്പിനെ വിശ്വസിക്കുന്നവനാണ്. മരണം ഒരു ഫെയ്ത്തിന്റെ ഭാഗമല്ല പ്രിയരെ, റിസറക്ഷൻ ആണ് ഫെയ്ത്തിന്റെ ഭാഗം. ഓ കമോൺ, വിശ്വസിക്കുന്നവർ ആമേൻ പറയണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിക്കാൻ ബൈബിളിൽ വാക്യമില്ല. നോട്ട് ദ പോയിന്റ്. യേശു ക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിക്കാൻ ബൈബിളിൽ വാക്യമില്ല. അത് വിശ്വസിക്കേണ്ട ആവശ്യം പോലുമില്ല. യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് വെച്ച് പറയും, ദൈവം അവനെ മരിച്ചവർ, ഓ കമോൺ, വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നവൻ. വിശ്വാസയോടാ കണക്ട് ചെയ്തിരിക്കുന്നത്, റിസറക്ഷനുമായിട്ടാ. സോ എബ്രഹാമിന്റെ ഫെയ്ത്ത് ഒരിക്കലും മകനെ ബലിപീഠത്തിൽ യാഗം നടത്തുന്നതിലല്ല കണക്റ്റഡ്. എബ്രഹാമിന്റെ ഫെയ്ത്ത് അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നതിലാ ഫെയ്ത്ത്. അപ്പൊ എബ്രഹാമിന്റെ വിശ്വാസം മരണത്തിലായിരുന്നില്ല, എബ്രഹാമിന്റെ വിശ്വാസം ഉയർത്തെഴുന്നേൽപ്പിലായിരുന്നു. അപ്പൊ നിങ്ങളുടെയും എന്റെയും ഫെയ്ത്ത് ഇരിക്കേണ്ടത് മരിക്കുന്നതിലല്ല, തകരുന്നതിലല്ല, ഡീക്കേ ആകുന്നതിലല്ല, തകർന്നു പോകുന്നതിലല്ല. നമ്മുടെ ഫെയ്ത്ത് ഇരിക്കേണ്ടത് റിസറക്ഷനിലാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഇതിനെക്കുറിച്ചുള്ള കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാലത്ത് ഈ മനുഷ്യന്റെ ഫെയ്ത്ത് കൊണ്ട് വെച്ചിരുന്നത് ശവക്കല്ലറയുടെ പുറത്തല്ല, ഉയർത്തെഴുന്നേൽപ്പിന്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെയാണ് ന്യൂ ടെസ്റ്റ്മെന്റ് വന്നപ്പോൾ പൗലോസ് എഴുതി വെച്ചു, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കണം, എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. അപ്പം നിങ്ങളുടെ സാൽവേഷൻ is not based on the death of Jesus Christ. The salvation is based on the resurrection of Jesus Christ, because the ultimate form of salvation is immortality. Jesus. രക്ഷയുടെ പൂർത്തീകരണം അമർത്യതയാണെന്ന് വിശ്വസിക്കുക. രക്ഷയുടെ പെർഫെക്ഷൻ ഇമ്മോർട്ടാലിറ്റി ആണ്. Because the gospel reveals the life and immortality. Gospel reveals the life and immortality. സുവിശേഷം ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുന്നു. But unfortunately we are struggling even with the life. Nobody's even touching it. But God raised a generation from all over the world, thinking about immortality, talking about immortal. Oh my goodness. Our generations, the children that we are bringing forth, നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തലമുറ ഇതുപോലുള്ള ലോകത്തിന്റെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ലോകത്തിന്റെ ഉയർന്ന നെറുകയ്ക്കകത്ത് കയറി നിന്നുകൊണ്ട് they will proclaim the resurrection of Jesus Christ and immortality of the saints. We are the pioneers. Abraham, he was not expecting God as a provider in the Moriah. ശ്രദ്ധിക്കണേ, മോറിയായിൽ
കരുതുന്ന ദൈവത്തെ താൻ പ്രതീക്ഷിച്ചില്ല. കരുതുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമല്ല. മറിച്ച് എന്താ പ്രതീക്ഷിച്ചത്? റിസറക്ഷനാ പ്രതീക്ഷിച്ചത്. പക്ഷെ സർവശക്തൻ പറഞ്ഞു, മോനെ, you are only started your journey because you are a man of altar. So that revelations will carry the other. നിന്റെ തലമുറ ആ വെളിപ്പാട് അടുത്ത തലമുറ കൊണ്ടുപോകും. ഒരു കാര്യം നീ ചെയ്തിട്ട് പോ, അതൊരു റെവലേഷണൽ വർക്കാണ്. യു ടേക്ക് ദാറ്റ് റാം ഫ്രം ദ തിക്കറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, കേൾക്കണേ. നീ ചെന്ന് റാം ആ അബ്രഹാം പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴെന്ന്. അതിന്റെ അർത്ഥം എന്താ? മുമ്പിൽ കാണുന്നത് യാഹിന്റെ പ്രത്യക്ഷതയാണെങ്കിൽ പിറകിൽ കാണുന്നത് റാമിന്റെ പ്രത്യക്ഷതയാണ്. റാം ഇൻ ദ തിക്കറ്റ്. ഇത് പ്രധാന, എല്ലാവരും കേൾക്കണേ. റാം ഇൻ മലയാളത്തിൽ മുൾപടർപ്പിൽ കുരുങ്ങിയ ആട്ടുകൊറ്റൻ. മുൾപടർപ്പിൽ കുടുങ്ങിയ ആട്ടുകൊറ്റൻ എന്നതിന്റെ ഒറിജിനൽ റാം ഇൻ ദ തിക്കറ്റ് എന്നത് മെസപ്പത്തോമിയയിലെ, ഇത് കേൾക്കണം, മെസപ്പത്തോമിയയിൽ അബ്രഹാം ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ദേവനാണ് റാം ഇൻ ദ തിക്കറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹം വിട്ടുവന്നൊരു സ്ഥലം ഉണ്ടല്ലോ, അദ്ദേഹം വിട്ടുവന്ന സ്ഥലം, ആ ദേശത്തെ അദ്ദേഹം ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവമാണ് റാം ഇൻ ദ തിക്കറ്റ്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ റാം ഇൻ ദ തിക്കറ്റിന്റെ ഒറിജിനൽ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ദൈവത്തെ കുഴിച്ചെടുത്തിട്ടുണ്ട്. റാം ഇൻ ദ തിക്കറ്റ് എന്ന് പറയുന്നത്, ഇത് ശ്രദ്ധിക്കണം, മരിച്ചുപോയ ആളുകളുടെ ശവകുടീരത്തിന് കാവൽ നിൽക്കുന്ന ദൈവമാണ്. He is the God of death. പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? He is the God of death. അദ്ദേഹം മരണത്തിന്റെ ദൈവമാണ്. മരണത്തെ തോൽപ്പിക്കാതെ റിസറക്ഷനെ സ്പർശിക്കാൻ പറ്റില്ല ഇബ്രഹാം എന്നാണ് ദൈവം വെളിപ്പെടുത്തിയത്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറഞ്ഞ് മരണപാതാളത്തെ തോൽപ്പിച്ചിട്ടാണ് ക്രൈസ്റ്റ് റിസറക്റ്റഡ് ആയത്. ഇതാണ് ആക്ച്വലി മോറിയയിൽ നടന്നത്. ക്രിസ്തു ക്രൂശിൽ മരണത്തെ തോൽപ്പിച്ചു. ഏബ്രഹാം അതേ മലയുടെ മുകളിൽ, ancient path, do not forget that word, മെസപ്പത്തോമിയയിൽ ശവകുടീരത്തിന് കാവൽ നിൽക്കുന്ന പാതാളത്തിന്റെ കാവൽക്കാരനായ മരണദേവനാണ് തലയിൽ മുള്ളുകൾ ചൂടി നിൽക്കുന്ന ആട്ടുകൊറ്റൻ. അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടത് താൻ വിട്ട് കളഞ്ഞിട്ട് വന്ന ദേശത്തെ ദേവനെയാണ് കണ്ടത്. മോറിയായുടെ മുകളിൽ താൻ കണ്ടത് മെസപ്പത്തോമിയിലെ അദ്ദേഹത്തിന്റെ ദേവനെയാണ്. തിരിഞ്ഞു നോക്കിയപ്പോ ദേവനെ കണ്ടു. അടുത്ത കൽപ്പന, പീഡിക്കടാ അവനെ, അറുക്കടാ അവനെ, കത്തിക്കടാ അവനെ എന്നാ അർത്ഥം. ഇത്രേ ഉള്ളൂ. ആ മരണദേവനെ ഈ ബലിപീഠത്തിൽ കത്തിച്ചേര്, എന്നാലേ റിസറക്ഷന്റെ സ്പർശനത്തിലേക്ക് നിനക്ക് പോകാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. സത്യത്തിൽ മോറിയയിൽ ഇബ്രഹാം മരണത്തെയാണ് സാക്രിഫൈസ് ചെയ്തത്. അതുകൊണ്ടാണ് ഓൾഡ് ന്യൂ ടെസ്റ്റമെന്റ് വന്നപ്പോ യേശു ക്രിസ്തു മരണത്താൽ, തന്റെ മരണത്താൽ മരണാധികാരിയായവനെ തോൽപ്പിച്ച് മരണപര്യന്തം ഭയത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. ജീസസ് ഡിഫീറ്റഡ് ഡെത്ത് ഓൺ ദ ക്രോസ്. ഒറിജിനൽ പിക്ചർ വന്നത് എവിടുന്ന? ഏൻഷ്യൻ പാത്ത്. കാരണം ജീസസ്, he was the son of Abraham. Did you get the connection? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ഇവർ ക്രൂശും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും.
മരണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, മരണത്തിന്റെയും പാതാളത്തിന്റെയും കാവൽക്കാരനായ ദൈവമാണ് മുൾപടർപ്പിൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന ഈ ആട്ടുകൊറ്റൻ. അതിനെയാണ് മോറിയയുടെ മുകളിൽ സാക്രിഫൈസ് ചെയ്തത്. ദാറ്റ് ഈസ് നോട്ട് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രൈസ്റ്റ്. ഐ എം സോറി. മോറിയയിലെ യാഗം, ഇതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നു. മോറിയയിലെ യാഗം ക്രിസ്തുവിന്റെ പകരമല്ല. ക്രിസ്തുവിന്റെ പകരമായ യാഗം നടന്നു കഴിഞ്ഞു. അതെപ്പോഴാ? ഐസക്കിനെ ബന്ധിച്ചു, അഴിക്കാൻ പറഞ്ഞു. അർത്ഥം മരണപാശം അഴിച്ചു. അവൻ സ്വതന്ത്രനായി. ദാറ്റ് ഈസ് റിസറക്ഷൻ. ഒരാൾ ബലിപീഠത്തിൽ എഴുന്നേറ്റു വന്നാൽ അത് ഉയർപ്പാണ്. അതാണ് ക്രിസ്തുവിന്റെ നിഴൽ. എനിക്കറിയാം നിങ്ങളുടെ ഓർത്തഡോക്സ് ചിന്തകൾ മൊത്തം മാറി മറിയാന്ന് എനിക്കറിയാം. ഇസഹാക്കിനെ ബലിപീഠത്തിൽ കിടത്തിയതും കൈകാലുകൾ കൂട്ടിക്കെട്ടിയതും കൊല്ലാനായിട്ട് അദ്ദേഹം കത്തി എടുത്തതിന്റെ അർത്ഥം കൊന്നെന്നാണ്. കർത്താവ് പറഞ്ഞു, അതാടാ മോനെ എന്റെ പുത്രന്റെ ക്രൂശ്, അതാണ് എന്റെ പുത്രന്റെ മരണം, അതാണ് എന്റെ പുത്രന്റെ മരണം, അതാണ് എന്റെ പുത്രന്റെ പകരം ഞാൻ ക്രൂശിൽ നിന്ന് എടുത്തിട്ട് വേറൊരു ആട്ടുകൊറ്റനെ അല്ല ക്രൂശിച്ചത്. എന്റെ പുത്രന്റെ മരണം അതാണ്. അവിടെ കൊണ്ട് അത് തീർന്നു. ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് പുത്രനുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാ. പിന്നെന്താ? മരണത്തിന്റെ ശവമാണ്, മരണത്തിന്റെ ദഹനമാണ് കാണാൻ പോകുന്നത്. സ്തോത്രം. അപ്പൊ ക്രൂശിൽ, സാക്രിഫൈസിൽ നമ്മൾ രണ്ട് കാര്യം കാണണം. ഒന്ന്, നമുക്ക് വേണ്ടി യാഗമായ ക്രിസ്തുവിനെ കാണണം. രണ്ട്, നമുക്ക് വേണ്ടി നമുക്ക് വിരോധിയായി നിന്ന, നമ്മെ ഭയത്തിലാഴ്ത്തിയിരുന്ന മരണമെന്നവനെ അവന്റെ ക്രൂശിൽ ആ ബലിപീഠത്തിൽ ദഹിപ്പിച്ചു എന്ന പരമയാഥാർത്ഥ്യം നിങ്ങളെ മരണഭീതിയിൽ നിന്നായി രക്ഷിക്കുകയാണ്. ഇതാണ് അവിടുത്തെ റെവലേഷൻ. ജീസസ്, 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 ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സോ ദ ഡെത്ത് ഓഫ് ഐസക്, കാരണം ക്രൈസ്റ്റ്, പിതാവായ ദൈവം തന്റെ പുത്രനെ അർപ്പിച്ചതാണ് ഇസഹാക്ക്. അല്ലാതെ ഇനി അപ്പുറത്ത് ഇനി ഏത് ആട്ടുകൊറ്റം വന്നാലും അത് റിയൽ അല്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസൻ നേരത്തെ 8-ാം വാക്യത്തിൽ പറഞ്ഞത്, ദൈവം തനിക്ക് വേണ്ടിയുള്ള ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളുന്നു. മലയാളത്തിൽ ദൈവം തന്നെ ഒരു ആട്ടിൻകുട്ടിയായി പ്രത്യക്ഷനാകും മകനെ. അതാണ് യഥാർത്ഥം. ഒരു എബ്രായം വായിച്ചാൽ മനസ്സിലാകുന്നത്, ദൈവം, നമ്മുടെ ദൈവം ഒരു ആട്ടിൻകുട്ടിയായി ഇതേ പർവ്വതത്തിന്റെ മുകളിൽ ഒരു ദിവസം വെളിപ്പെടും. വെളിപ്പെട്ടോ? വെളിപ്പെട്ടു. എന്നാ? ഹോശാന ഞായറാഴ്ച ഒരു കഴുതയുടെ പുറത്ത് കയറി ഇതേ മലയിൽ യേശു ക്രിസ്തു എത്തി. ഇതേ യെരൂശലേമിൽ 4 ദിവസം ആ വീടിന്റെ ചുറ്റും ഈ കർത്താവ് അവിടെ തന്നെ തുടർന്നു. കാരണം ആബീബും മാസം 10-ാം തീയതി വീട്ടിൽ കൊണ്ടുവരുന്ന ആട് 4 ദിവസം അവരുടെ കൂടെ ആകണം. 14 ദിവസം, 14-ാം തീയതി വൈകുന്നേരം അതിനെ അറക്കണം. 4 ദിവസം യെരൂശലേമിന്റെ വീട്ടിൽ, സ്വന്തം ഭവനത്തിൽ ഈ ആടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് അബ്രഹാം ആ വെളിപ്പാട് പറഞ്ഞത്. Genesis chapter 22 verse 8 is talking about the appearance of Jesus Christ. Amen. Did you get me, brothers and sisters? അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്, how Abraham dealt with the death. This is a mystical reality. കാരണം ഇവർക്കറിയാം ദൈവവുമായിട്ട് ഇവരെ ഒന്നാക്കാതിരിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊരു പ്രധാന ഘടകമാണ് മരണം. മരണം എന്ന വാക്കിനർത്ഥം സെപ്പറേഷൻ. സോ ആ സെപ്പറേഷനെയാണ് ബലിപീഠത്തിൽ കത്തിച്ചത്. Did you get me? ആ സെപ്പറേഷൻ കത്തപ്പെട്ട പിന്നെ എക്സ്ക്ലൂസീവ്ലി അവർ ഒന്നല്ലേ. മരണത്തെ, അതുകൊണ്ടാണ് ഓരോ അപ്പിയറൻസ് വരുമ്പോൾ ഒരു മൃഗത്തെ അങ്ങ് കൊല്ലുക. ആ മൃഗത്തെ കൊല്ലുമ്പോ പുള്ളി എന്ത് ചെയ്യുക? ഹീസ് ഡിഫീറ്റിംഗ് ഡെത്ത്. കൊല്ലുക, മരണത്തെ അങ്ങ് കൊന്ന്, ബിക്കോസ് ഓഫ് ദ ബ്ലഡ് ദ ലൈഫ് ഇസ് ഗോയിങ് ടു ബിക്കം വൺ വിത്ത് ഗോഡ്. സിൻ കോൺഷ്യസ് മാറണം പ്രിയരെ. പാപം,
ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇനിയുള്ള 2021 generation, they are a glorious generation. They won't talk much about sin. They will not be troubled by sin. They will defeat sin. And they will always deal with the glory. മഹത്വത്തെ സ്പർശിക്കുന്ന, മഹത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, business with the glory, deal with the glory. They don't have much time to talk about sin. They will not be defeated by sin because they are glorious generation. Okay. ബേഥേൽ, ഞാൻ ബേഥേലിലേക്ക് വരിക. ബേഥേലിന്റെ ചിത്രമായത്. ഏബ്രഹാം പർവ്വത മുകളിലെത്തി. അതേ സ്ഥലത്ത് നോക്കി, ആദ്യം ബേഥേലിൽ എന്താ നടന്നു നോക്കി. ആദ്യം ബേഥേലിൽ ഒരു ബലി നടന്നു. സ്ഥലത്തിന് പേരെന്താണ്? ഹമാക്കോം. ഞാൻ നേരത്തെ പറഞ്ഞ പാത്രിക ഹമാക്കോം. ആ ഒരു സ്ഥലമാണ് യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു സ്ഥലം. ആ സ്ഥലത്ത് എന്താ സംഭവിക്കുന്നത്? You are going to be united with God. Do you get me? ഹമാക്കോം. അബ്രഹാം തല ഉയർത്തി 3-ാം ദിവസം ആ സ്ഥലം കണ്ടു. ദൈവം മോസസിനോട് പറയുന്നു, ഇവിടെ എനിക്ക് ഒരു സ്ഥലമുണ്ട്, കം. നിങ്ങൾ ആ റെവലേഷൻ ഓർക്കുന്നുണ്ടോ? ജേക്കബ് above the wheel, the stone of wheel. അത് ഓർക്കുന്നുണ്ടോ? മോസസ് in between the crushing stone. സ്കൂൾ ആയതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുക. യാക്കോബ് തലകണയായി വെച്ച് കിടന്ന കല്ലിനെ കുറിച്ച് മിയബൻ എന്ന് പറയുമ്പോൾ എന്താ? കുശവന്റെ ചക്രക്കല്ല്, അതാണ് അർത്ഥം. അപ്പൊ ഇതിന്റെ പുറത്താണ് ആരെ കിടത്തിയേക്കുന്നത്? യാക്കോബിനെ. എന്തിനാ യാക്കോബിനെ അവിടെ കിടത്തിയേക്കുന്നത്? യാക്കോബ് മോൾഡഡ് ആകാനുണ്ട്, യാക്കോബിനെ ഒരു പാത്രമാക്കാനുണ്ട്, യാക്കോബിനെ ഒരു പ്രവാചകനാക്കാനുണ്ട്, യാക്കോബിനെ ഒരു മിസ്റ്റിക് ആക്കാനുണ്ട്. യാക്കോബിനെ ഈ കല്ലിന്റെ പുറത്ത് തനിക്ക് ഇഷ്ടമുള്ള പാത്രമാക്കാൻ വേണ്ടി ദൈവം കിടത്തിയേക്കുക. മോസസിനെ ദൈവം രൂപപ്പെടുത്താനല്ല കിടത്തിയ. മോസസിനെ കൊണ്ട് 2 കല്ലുകളുടെ നടുവിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ദിസ് ഈസ് സൂർ, I am going to crush you and the glory is going to come out. Glorious generation. Hallelujah. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിൽ നിന്നും നിങ്ങളെ രൂപപ്പെടുത്തി ദൈവം, നിങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ഗ്ലോറി പുറത്ത്. ദാറ്റ് ഇസ്, ഞാൻ നിങ്ങൾ മുമ്പ് പറഞ്ഞു, ദാറ്റ് ഇസ് എ ലീക്കിംഗ് ജനറേഷൻ. ഗ്ലോറി ലീക്ക് ഔട്ട് ആവും. നിങ്ങളുടെ നോട്ടത്തിൽ, നിങ്ങളുടെ സ്പർശനത്തിൽ, when you talk with the people, നിങ്ങളുടെ സൗണ്ടിൽ, when you breathe out, the glory will leak out. When you speak out, the glory will leak out. എഴുതി വെക്ക എവിടെയെങ്കിലും. When you touch, the glory will leak out. When you speak out, glory will leak out. മഹത്വം. ബേഥേൽ. സോ ഏബ്രഹാം ആ സ്ഥലത്തെത്തി. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ കർത്താവ് അടുത്തൊരു ലെയർ ഓപ്പൺ ആക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം, തിരിച്ചു വരുന്നു. അതേ സ്ഥലത്താരെത്തി? ഐസക് എത്തി. ഐസക് എത്തിയപ്പോൾ ആ സ്ഥലത്തിന് എന്ത് പേരായി? വെളിമ്പ്രദേശം. വെളിമ്പ്രദേശത്ത് എന്ത് ചെയ്യുക? ധ്യാനിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക, ധ്യാനം. എന്താ ധ്യാനിച്ച്? He was meditating. That means he was absorbing God. അത് ഭയങ്കര ട്രൂത്താ. ദൈവവും അവനും യുണൈറ്റഡ് ആയിരുന്ന സമയത്താണ് his wife. മെഡിറ്റേഷനിലാണ് അവൻ അവന്റെ ഭാര്യയാകേണ്ടവളെ കണ്ടത്. ദൂരെ തല ഉയർത്തിയപ്പോൾ ഇതിനകത്ത് എന്താ അതിന്റെ ട്രൂത്ത്? പെണ്ണ് കാണലും അല്ലെങ്കിൽ അവന്റെ ഭാര്യയും അല്ലെങ്കിൽ ഭാര്യയെ കാണുന്ന ആ ഫസ്റ്റ് അപ്പിയറൻസും മെഡിറ്റേഷനും തമ്മിൽ എന്താ ബന്ധം? മെഡിറ്റേഷനിൽ താൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മെഡിറ്റേഷനിൽ താൻ ദൈവവും തമ്മിൽ യുണൈറ്റഡ് ആണ്. They were mutually indwelling.
when I was just meditating this, I was asking God, Lord, why Isaac came this place and meditate? Amen. എന്തുകൊണ്ടാണെന്നറിയോ? അന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ കൊണ്ടാണ്. Where is the lamb? Answer: God shall appear here as a lamb. അപ്പച്ചൻ പറഞ്ഞു കൊടുത്തു, ദൈവം ഒരു ദിവസം ഒരു ലാമ്പായിട്ട് ഇവിടെ വെളിപ്പെടും. അന്ന് മുതൽ അടുത്ത തലമുറ പറഞ്ഞു, അങ്ങനെയെങ്കിൽ കിട്ടുന്ന സമയം മൊത്തം ഞങ്ങൾ അവിടെ തന്നെ പോകാൻ പോവാ. കിട്ടുന്ന സമയം മൊത്തം താൻ അവിടെ തന്നെ തുടരാൻ പോവാ. അതുകൊണ്ടാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞൊരു വാചകമുണ്ട്, വെയിലാറി നിഴൽ പോകുവോളം ഞാൻ മൂറിൻ കുന്നിലും കുന്തിരിക്ക മലയിലും ചെന്നിരിക്കാം. വെയിലാറി നിഴൽ പോവെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അടുത്തൊരു പുലരി വരുന്നത് വരെ, അടുത്തൊരു ദൈവസമയം ഓപ്പൺ ആകുന്നത് വരെ, നീതി സൂര്യന്റെ പ്രത്യക്ഷത വരെ ഞങ്ങൾ മൂറിൻ കുന്നിലും കുന്തിരിക്ക മലയിലും പോയിരിക്കാമെന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായവൻ ജ്ഞാനത്തിൽ സംസാരിച്ചു. ഐസക്ക് തന്നെ ബലി കൊടുത്ത, മരണത്തെ തോൽപ്പിച്ച, മരണത്തെ ദഹിപ്പിച്ചു കളഞ്ഞ അതേ മലയുടെ മുകളിൽ ധ്യാനനിരതനായിട്ടിരിക്കുക. എന്താണ് ഈ കുന്തിരിക്ക മല? എന്താണ് ഈ മൂറിൻ കുന്ന്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ക്രൂശാണ്. എന്റെ കർത്താവ് കഷ്ടാനുഭവിച്ച സ്ഥലമാണ് മൂറിൻ കുന്ന്. എന്റെ കർത്താവിന്റെ ഉയർപ്പിന്റെ ശോഭയും സുഗന്ധവും വെളിപ്പെട്ട മലയാണ് കുന്തിരിക്ക മല. അപ്പൊ മൂറ് കാൽവറി മരണമെങ്കിൽ കുന്തിരിക്ക റിസറക്ഷനാണ്. വെയിലാറി നിഴൽ പോകുവോളം ഞാൻ എവിടെ പോയിരിക്കുക എന്നാണ് പറഞ്ഞത്? ഞാൻ മൂറിൻ. ഇത് മെഡിറ്റേഷൻ ആണ്. എന്റെ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഭവനം മൂറിൻ കുന്നും കുന്തിരിക്ക എന്ന് പറഞ്ഞാൽ it was the place we are meditating the death of Christ. It was the place we are celebrating the resurrection of Jesus Christ. അവന്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കുകയും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ നാം പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഇടമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ധ്യാനനിരതമാകാൻ പറ്റിയ സ്ഥലം, നമുക്ക് യുണൈറ്റഡ് ആകാൻ പറ്റിയ. അങ്ങനെ ഒരു യുണൈറ്റഡ് പ്ലേസിൽ ഇരിക്കുമ്പോൾ ദൈവം പറയുന്നു, now this is the time I'm going to reveal your wife. റിബേക്കായെ കാട്ടിക്കൊടുത്തു. your family എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഭൗതികമായ ഒരു മിനിച്ചറാണ് നീയും റെബേക്കയും കൂടെയുള്ള കൂടാരത്തിലെ ജീവിതം. യേശുവേ മഹത്വം. You are going to unite with God. Isaac, now we are living together. From today onwards, you are going to live with another woman. That is also the reality that we are having today. നാം ഇപ്പോൾ എന്തായിരിക്കുന്നു അതിന്റെ ഭൗതിക റിയാലിറ്റിയാണ് നീയും നിന്റെ ഭാര്യയും കൂടെ കൂടാരത്തിൽ നിങ്ങൾ ഒരുമിച്ച് കുടുംബജീവിതം നയിക്കാൻ പോകുന്നത്. യു ആർ ഗോയിങ് ടു ലീവ് ടുഗദർ. ദാറ്റ് മീൻസ് നിങ്ങൾ എങ്ങനെയാണോ ഞാനും നീയും എങ്ങനെ ജീവിച്ചോ ഇതിന്റെ ഭൗതിക തലമാണ് നിന്റെ ജീവിതം. സോ മെഡിറ്റേഷന്റെ ടൈമിലാണ് റിബേക്ക. നിങ്ങൾക്ക് ഇതിന്റെ പാരൽ മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ രഹസ്യം മനസ്സിലാവുന്നുണ്ടോ? തല ഉയർത്തി നോക്കിയപ്പോ അവൻ റിബേക്കയെ കണ്ടു. ഒട്ടകക്കൂട്ടത്തെ കണ്ടു. എതിരേറ്റ് പോവാണ്, എതിരേറ്റ് ചെല്ലുക. ഞാനൊരു കാര്യം പറയാം. So many people failed. How many? Lot of people failed. ഒത്തിരി ആളുകൾ തോറ്റുപോകും. നമ്മളെല്ലാവരും തോറ്റവരാണ്. എത്രയോ പ്രാവശ്യം തോറ്റു, ജയിച്ചു, വീണ്ടും തോറ്റു. I do not know how many times I failed. I just want to say one thing. I failed more than you all. I thought that Christian life is like that. But God has taught me a lesson these days. We can live a life without failure. How can it possible? It's only united, binding together with God. The place of meditation is the place of holiness. The Bethel. ഒറ്റ സ്ഥലമായത്. ഒരു ദിവസം ബലി നടന്ന സ്ഥലം. It was talking about the cross. Second, resurrection. That's talking about the sacrifice of the
റാം, ആട്ടുകൊറ്റൻ കൊല്ലപ്പെട്ട സ്ഥലം, അത് മരണമാണ്. മരണം അതിന്റെ അർത്ഥം റിസറക്ഷൻ ആണ്. ആട്ടുകൊറ്റൻ കൊല്ലപ്പെടുന്നത് യേശുവിന്റെ കാൽവറി മരണമായിട്ട് ബന്ധമില്ല. കമോൺ, നിങ്ങൾക്ക് ആശയം മനസ്സിലാവുന്നുണ്ടോ? മോറിയായിൽ 2 റെവലേഷൻ ആണ്. ഒന്ന് യേശുവിന്റെ ക്രൂശ് മരണം, 2 യേശുവിന്റെ ഉയർപ്പ്. യേശുവിന്റെ ക്രൂശ് മരണം ഐസക്കിനെ ബന്ധിച്ചഴിച്ചപ്പോൾ ഫുൾഫിൽ ആയി. റാമിൻ ദ തിക്കറ്റിനെ കൊന്നപ്പോ മരണത്തെ തോൽപ്പിച്ചു. മരണത്തെ തോൽപ്പിച്ച അതിന്റെ അർത്ഥം റിസറക്ഷൻ ആണ്. റിസറക്റ്റഡ്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച മനസ്സിലാകും, ആഫ്റ്റർ ദ ജേണി, അതായത് ഈ സാക്രിഫൈസിന് ശേഷം ഏബ്രഹാമും ഐസക്കും ഒരുമിച്ചല്ല താഴേക്ക് വന്നത്. യഥാർത്ഥത്തിൽ എബ്രായ പഠനത്തിൽ ഐസക് ദൈവസന്നിധിയിലേക്ക് പോയി, അബ്രഹാം ബാല്യക്കാരുടെ അടുക്കിലേക്ക് പോയി. അബ്രഹാം നേരെ ഈ ട്രാവൽ ടു മൽക്കിസേദെക്ക്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മൽക്കിസേദെക്കിന്റെ അടുക്കിലേക്കാണ് പോയത്. കാരണം ആ സമയത്ത് മൽക്കിസേദെക്ക് ജീവിച്ചിരിപ്പുണ്ട്. മൽക്കിസേദെക്ക് എന്ന് പറയുന്ന ആള് ഷാലേം എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിന്റെ രാജാവാണ്. അദ്ദേഹത്തിന് തമ്പുരാൻ കൊടുത്തൊരു പേര് മലേക് അൻസദേക്ക്, നീതിയുടെ രാജാവെന്ന്. ഇതിനൊക്കെ മിസ്റ്ററീസ് ആയത്. നീതിയുടെ രാജാവ്. നീതി എന്ന വേർഡ് എപ്പോ കണ്ടാലും ഓർത്തോണം, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. സഹോദരന്മാരെ, ഗ്ലോറിഫിക്കേഷനിലല്ല റിസറക്ഷൻ കിടക്കുന്നത്, റൈച്ചസ്നെസ്സിലാണ് റിസറക്ഷൻ കിടക്കുന്നത്. ഇഫ് യു ആർ റിസറക്റ്റഡ് ഇൻ റൈച്ചസ്നെസ്, യു ക്യാൻ ലിവ് ഇൻ ഗ്ലോറിഫിക്കേഷൻ. മെഡിറ്റേറ്റ് ദീസ് വേഴ്സസ്. ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഇദ്ദേഹത്തിന്റെ പേരെന്താ? രാജാവ്, നീതിയുടെ രാജാവ്. ആ സ്ഥലത്ത് നിന്ന് താൻ നേരെ പോകുന്നത് മെൽക്കിസേദെക്കിന്റെ അടുക്കലേക്കാണ്. ഇത് നമുക്ക് ബുക്ക് ഓഫ് ജാഷറിലും ഹാനോക്കിന്റെ ബുക്കിലൊക്കെ വായിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹാനോക്കിന്റെ ബുക്കിൽ, ബുക്ക് ഓഫ് ജാഷറിൽ വായിക്കാൻ പറ്റും. ഐ എം സോറി. ഇദ്ദേഹം നേരെ ദൈവസന്നിധിയിലേക്ക് പോകുന്നു. ഏബ്രഹാം തിരിച്ചു വരുന്നു. പിന്നെ ഐസക് ഒരിക്കലും സീനിലില്ല. പിന്നെ ഐസക്കിനെ നമ്മൾ കാണുന്നത് മെഡിറ്റേഷൻ പ്ലേസിലാണ്. നിങ്ങൾക്ക് പിടികിട്ടുന്നോ? അബ്രഹാമും ഇസഹാക്കും തമ്മിൽ ഇപ്പോൾ ഏകദേശം 3 ദിവസത്തെ വഴി ദൂരമുണ്ട്. He is in the presence of God. That is the resurrected Christ reigning with God. ഇസഹാക്ക് മരിച്ചല്ലോ, ഉയർത്തല്ലോ. ഉയർത്തെഴുന്നേറ്റ ആൾ പിന്നെ എവിടെയാ താമസിക്കേണ്ടത്? മഹിമയിലല്ലേ? He was in the presence of God. പ്രസൻസ് ഓഫ് ഗോഡിൽ എങ്ങനെ ഇരിക്കുന്നത്? മെഡിറ്റേഷൻ. എങ്ങനെ അവിടുത്തെ മെഡിറ്റേഷൻ? ജീസസ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? ഫാദർ, നീ എന്നിലും ഞാൻ നിന്നിലും. ഡോണ്ട് തിങ്ക് ജീസസ് പോയി ഫാദറിന്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നു, പിന്നെ ഫാദർ ഇവിടെ ഇരിക്കുന്നു, റൈറ്റ് സൈഡ് ഇങ്ങനെ ഇരിക്കുന്നു, ഹോളി സ്പിരിറ്റ് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നു. ഇങ്ങനല്ല. ജീസസ് ലീവ്സ് ഇൻ ദ ഫാദർ, ഫാദർ ലീവ്സ് ഇൻ ക്രൈസ്റ്റ്. If you go to heaven, you can only see Christ there, because all of them are united together. ഫാദറിനെ കാണാൻ പറ്റുന്നില്ല ഞാൻ പറയുന്നില്ല, ഡോണ്ട് ഫീൽ ബാഡ്. കാരണം അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഫാദറിനെ അല്ല, ജീസസിനെയാണ്. ജീസസ് പറഞ്ഞു, ഞാൻ നിന്നിലും നീ എന്നിലും. That is contemplative meditation. That is mysticism. That is life. Come on. Isaac after the altar അപ്പോഴും എന്താണ്? റിസറക്ഷൻ ആണ്. റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫീറ്റിംഗ് ഡെത്ത് ആണ്. ഡിഫീറ്റിംഗ് ഡെത്ത് ഉള്ള ആൾ പോയിരിക്കുന്നത് പ്രസൻസ് ഓഫ് ഗോഡിലാണ്. പ്രസൻസ് ഓഫ് ഗോഡിൽ എന്താണ്? യുണൈറ്റഡ് ടുഗദർ ആണ്, റെയിനിങ് ആണ്. ഓ കം ഓൺ, ഇഫ് യു ആർ യുണൈറ്റഡ് വിത്ത് ഗോഡ്, യു ആർ ഗോയിങ് ടു റെയിൻ വിത്ത് ഗോഡ്. ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ആയിരിക്കുന്ന ഓരോ ആളുകളോടും ഞാൻ പറയാം, നിങ്ങൾ വാഴാൻ പോവുകയാണ്. നിങ്ങളുടെ നാവിൽ ശക്തി വെളിപ്പെടാൻ പോവുക. നിങ്ങൾ പറയുന്ന വാക്കുകൾ അങ്ങനെ സംഭവിക്കാൻ പോവുക. ഒരു ഏൻഷ്യന്റ് മിസ്റ്റിക്കൽ സെയിന്റിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ വായിച്ചു. ഇങ്ങനെയാണ്, അദ്ദേഹം വളരെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ഇദ്ദേഹം ഇങ്ങനെ തന്റെ ആ കൊച്ചു ഹട്ടിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഒരാളുണ്ട്. അദ്ദേഹം എന്തോ
പ്രവൃത്തി ചെയ്തപ്പോൾ തനിക്ക് കോപമുണ്ടായി. താന് കോപത്തോടെ തന്റെ ശിഷ്യനോട് പറഞ്ഞു, പോയി ചാകടാന്ന് പറഞ്ഞു, ഗോ ആൻഡ് ഡൈ എന്ന് പറഞ്ഞു. പറഞ്ഞ മാത്രയിൽ ഈ ബാല്യക്കാരൻ വീണു മരിച്ചു. പോയി ചാകടാന്ന് പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞ മാത്രയിൽ ആ സഹോദരൻ വീണു മരിച്ചു, പ്രാണം വിട്ടു. ഇദ്ദേഹത്തിന് ഭയങ്കര വേദനയായി. കർത്താവേ, അബദ്ധം പറ്റിപ്പോയല്ലോ, ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചില്ല. കാരണം പുള്ളിക്ക് പോലും അറിയത്തില്ല പുള്ളിയുടെ നാവിന്റെ പവർ എന്താണ്. ഞാൻ ഈ പറഞ്ഞത് ശ്രദ്ധിച്ചോണം. നിങ്ങൾ ദൈവവുമായിട്ടുള്ള ഒരുമയെ ആസ്വദിക്കുന്ന സഹോദരങ്ങളാണോ, മെഡിറ്റേഷൻ ചെയ്യുന്നവരാണോ, ഓർത്തോ, നിങ്ങൾ പോലും അറിയാതെ ഭയങ്കരമായ ഒരു ശക്തി നിങ്ങൾ ചുമന്നുകൊണ്ടിരിക്കാൻ പോകും. ഈ മനുഷ്യൻ അന്നേരം വീണ് മരിച്ചു. വളരെ വേദനയായി. താൻ നേരെ ദൈവസന്നിധി പ്രാർത്ഥിക്കാനായിട്ട് പോയി. ദൈവമേ ക്ഷമിക്കണം. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ദൈവത്തോട് സംസാരിച്ചു. ഇങ്ങനെയാണ് സംസാരിച്ചത്: യു ഡു നോട്ട് നോ ഹൗ മച്ച് പവർ യു ആർ പൊസസിങ് വിത്ത് യുവർ മൗത്ത്. നിന്റെ നാവിനോടുകൂടെ നീ എത്ര ശക്തിയാണ് സൂക്ഷിക്കുന്നത് നിനക്ക് അറിയത്തില്ല. ഡു നോട്ട് യൂസ് യുവർ മൗത്ത് യൂസ്ലെസ്. നീ അറിയാതെ പോലും ഈ വാക്കുകളെ ഉപയോഗിക്കാൻ പാടില്ല. നാവിനെ സൂക്ഷിക്കാനായിട്ട് പറഞ്ഞു. അദ്ദേഹം എന്താ ചെയ്യുന്നറിയാമോ? അദ്ദേഹത്തിന്റെ നാവിനെ സൂക്ഷിക്കാൻ വേണ്ടി അടുത്ത 3 വർഷം അദ്ദേഹം ഒരു ഡിസിഷൻ എടുത്തു. ഐ ആം ഗോയിങ് ടു ബി സൈലന്റ്. താനൊരു പാറ കഷ്ണം എടുത്ത് തന്റെ വായിലിട്ടു. ഉറങ്ങുമ്പോഴും ജീവിക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും ആഹാരം കഴിക്കുന്ന സമയത്തൊഴിച്ച് ബാക്കി മുഴുവൻ സമയം was keeping a stone in his mouth. He became a silent saint. അദ്ദേഹത്തെ സൈലന്റ് സെയിന്റ് എന്നാണ് വിളിക്കുക. വളരെ ശാന്തനാണ്. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, മിസ്റ്റിസിസത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ട്രൂത്ത് സൈലൻസ് ആണ്. അത് സൈലൻസ് ഈസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് ദ പവർ. ഞാൻ അത് എടുക്കുന്ന സമയത്ത് നിങ്ങളോട് പറയാം. We cannot use our mouth because we are carrying so many power, so much power. നിങ്ങൾ ഒരാളെ നോക്കി നല്ലത് പറഞ്ഞാൽ അത് നല്ലതുപോലെ സംഭവിക്കും. നിങ്ങൾ ഒരാളെ നോക്കി ശപിച്ചാൽ അത് അങ്ങനെ സംഭവിക്കും. ദയവ് ചെയ്ത് ആ വിഷയങ്ങളിൽ നമ്മൾ കൃത്യമായ ഡിസിപ്ലിനിലേക്ക് വരണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കും. കോപത്തിൽ പോലും ഒരാളെ ശകാരിച്ച് അമർത്താൻ നിങ്ങൾ ശ്രമിക്കരുത്. ഞാൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ബിക്കോസ് യു ആർ യുണൈറ്റഡ് ടുഗദർ വിത്ത് ഗോഡ്. അടുത്ത പ്രോഗ്രഷൻ റെയിനിങ് ആണ്, വാഴ്ചയാണ്. വാക്കുകളിലൂടെ ശക്തി വെളിപ്പെടാൻ തുടങ്ങും. പറയുന്നത് പോലെ സംഭവിക്കും. അസാധ്യങ്ങൾ സാധ്യമാകുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും. ഇല്ലാത്തത് സൃഷ്ടിക്കപ്പെടുന്നത് കാണാൻ തുടങ്ങും. So meditation is so powerful. Nobody is there because you are talking with God, united with God, feeling the embracing of God. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇത് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം തന്നെയാണ്. നിങ്ങൾ പോയി സൈലന്റ് ആയിട്ടിരിക്കണം. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഡാഡി ഗോഡ് 2 കൈകൾ ഇങ്ങനെ നീട്ടി പിടിച്ച് നിൽക്കുന്നു. നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് നിങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പോലെ നിങ്ങൾ ഫീൽ ചെയ്യണം. നിങ്ങളെ എംബ്രേസ് ചെയ്യുന്നതായി, നിങ്ങളുടെ കവിൾത്തടങ്ങളിൽ അവൻ ചുംബിക്കുന്നതായി, നിങ്ങളെ തലോടുന്നതായി, നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതായി. I want to tell you, brothers and sisters, ആദ്യം നിങ്ങളുടെ കണ്ണുകൾ നനയാൻ തുടങ്ങും. You go to cry because you are entering into the meditation. Bethel is the place of meditation. Bethel is the place of the bridegroom and bride. Bethel is the place that you are going to live together with God. Bethel is the place where you are going to unite with God. Bethel is your place. Is Hamakom. Is Hamakom. ഞാൻ മുമ്പോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഐശ്വര്യ നമ്മളിവിടെ കാണും. ഞാൻ പറഞ്ഞല്ലോ, ആൾട്ടർ എപ്പോഴും അവിടെ, ഈ ആൾട്ടർ ഇതുമായിട്ട് ബന്ധപ്പെടുക, ബേഥേലുമായിട്ട് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് ബേഥേലും ആൾട്ടറുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നത്. അടുത്തത്, എപ്പോഴൊക്കെ ആൾട്ടർ ഉണ്ടോ അവിടെയെല്ലാം ഒരു ഹെവൻലി ബീയിങ്സിന്റെ പ്രസൻസ് ഉണ്ടാവും. ഇത് ശ്രദ്ധിക്കണേ, ഹെവൻലി ബീയിങ്സിന്റെ പ്രസൻസ് ഉണ്ടാവും. നമ്മളിത് മനസ്സിലാക്കാനായിട്ട് തിരുവെഴുത്തിൽ തന്നെ ഒരു സൂചന നമുക്ക് തരുന്നുണ്ട്.
അത് നമ്മളെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ്. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ. ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 13 വേഴ്സ് 19 and 20. അങ്ങനെ മനോഹ ഒരു കോലാട്ടിൻകുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. ഓ കമാൺ. ഒരു ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് വാഗ്ദത്തം സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. യഹോവയുടെ ദൂതൻ, ഇത് ശ്രദ്ധിക്കണം, യഹോവയുടെ ദൂതൻ is nothing, is Jesus Christ, Yah himself. യഹോവ തന്നെയാകട്ടെ. ദ മെസ്സഞ്ചർ ഓഫ് യാഹു എന്നും നമുക്ക് അവിടെ കാണാൻ പറ്റും. മനോഹയും ഭാര്യയും നോക്കിക്കൊണ്ടിരിക്കെ അവൻ ഒരു അതിശയം പ്രവർത്തിച്ചു. 20-ാം വാക്യം നോക്കിയേ. അഗ്നിജ്വാല യാഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തേക്ക് പൊങ്ങി. ഇതൊരു ഭയങ്കര സീക്രട്ടാണ്. മിസ്റ്റിക്കൽ സ്കൂളിൽ ഞാൻ പറഞ്ഞേക്കുന്ന മിക്കവാറുള്ള പലതിൻ്റെയും രഹസ്യങ്ങളുടെ താക്കോലാണ് ഞാൻ ഈ വായിക്കാൻ പോകുന്നത്. ശ്രദ്ധയോടെ കേട്ടോണം. അഗ്നിജ്വാല യാഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തേക്ക് പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിന്റെ ജ്വാലയോടുകൂടെ കയറിപ്പോയി. The angel of the Lord എന്തോ ഇതെന്നാ പറഞ്ഞേക്കുന്നത്, stepped through their offering. അപ്പം ഹെവനിലേക്ക് പോകാൻ, ഇതൊരു ഇമ്പോർട്ടന്റ് ട്രൂത്താ, ഹെവനിലേക്ക്, അതായത് ഇൻവിസിബിൾ വേൾഡിലേക്ക് പോകാൻ the angel used the flame of that sacrifice. ദൈവത്തിന് മഹത്വം. നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ആ ജ്വാലയിലോട്ട് കയറി ഡിസപ്പിയർ. Did you get me the point? That's what I'm telling. Altar, it was the ancient path to access heaven. Because Manoah was not sacrificing God not for their sin. Manoah sacrificing God to get something from God. That means I want to know your name. നിന്റെ പേരെന്താന്ന് പറഞ്ഞു തരണം. അപ്പൊ അവിടെ പറയുന്നൊരു പേരുണ്ട്. എന്തെന്ന് എന്നെ ബഹുമാനിക്കേണ്ടത് എന്റെ പേരെന്ന് ചോദിച്ചു യഹോവയുടെ ദൂതനോട്. എന്റെ പേര് ചോദിക്കുന്നത് അത് അതിശയമുള്ളതെന്ന് പറഞ്ഞു. അതിശയമുള്ളത്. എന്റെ പേര് അതിശയമുള്ളതെന്നാണ്. എന്നിട്ട് ഒരു അതിശയം പ്രവർത്തിച്ചെന്നാണ്. എന്താണ് ആ പ്രവർത്തിച്ച അതിശയം? ജ്വാലയിലൂടെ ഇൻവിസിബിൾ ഹെവനിലേക്ക് താൻ പ്രവേശിച്ചു. ദാറ്റ് ഈസ് ദ മിറക്കിൾ, ദാറ്റ് ഈസ് ഹിസ് നെയിം എന്ന. Can you connect that one? The name, the miracle, and the ascension, stepping into the fire of that offering. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നു? അവന്റെ നാമം അതിശയമുള്ളത്. അവൻ ആ നാമത്തെ വെളിപ്പെടുത്തിയത് എങ്ങനെയാണ്? ജ്വാലയിലൂടെ. അതായത് ഈ സ്റ്റെപ്പ് ഇൻ ടു. അപ്പം ആ ജ്വാല, ആ സാക്രിഫൈസ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ദൂതൻ നേരെ എതിലേക്കാ ചാടുന്നത്? ആ ഫയറിലൂടെ ചാടി, ആ ഫ്ലെയിമിലൂടെ താൻ എങ്ങോട്ട് ഡിസപ്പിയർ ആയി, ആ ഡയമെൻഷനിലേക്ക് പോയെന്ന. അപ്പൊ ഇതാണ് എന്റെ നാമം എന്ന. ഓ എന്ന് പറഞ്ഞാൽ ഞാൻ നാമം നിനക്ക് പറയല്ല, ഞാൻ നാമം പ്രവർത്തിച്ച് കാണിക്കാന്ന്. എന്റെ നാമം, when you sacrifice, when you use the altar, I will open the spiritual realm. I will show you the accessing. I will show you the gate. എനിക്ക് തോന്നുന്നു അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും പൂർവ്വപിതാക്കന്മാർ ആരും ഇന്ന് വരെ കണ്ടിട്ടില്ല ഇങ്ങനൊരു സംഭവം. അവർ ബലി നടത്തി, പക്ഷെ അവരറിഞ്ഞില്ല പ്രത്യക്ഷനായ യാഹു ഇത് ഭൗതിക ലോകത്തെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ സാക്രിഫൈസിലൂടെയാണ്. That's why we are always believing a sacrifice. That's the sacrifice of the death of Jesus Christ. And through that sacrifices, we are believing that we are connected with heaven.
So, angelic being, heavenly beings, invisible being, heaven. So the supernatural world is always connected with the sacrifice, offering, honoring. Offering is an honoring. If you are honoring a man, you are giving an offering to that man. When you are offering, this is a very important point. When you are giving offering to God, you are honoring God. When you are giving an offering to a man of God, you are honoring that man of God. If you are honoring that man, you will get an entry pass to enter into his possession. If you are giving an offering to God, you are honoring God. If you are honoring God, that is the password, that is an access point, the access key to enter into the inheritance. നിങ്ങൾ ഹോണർ ചെയ്യാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഇൻഹെറിറ്റൻസ് പ്രാപിക്കാൻ പറ്റില്ല. That's why Jesus honored the creation, John the Baptist. പിടികിട്ടുന്നോ? നിന്നാൽ സ്നാനമേൽക്കാൻ എനിക്ക് ആവശ്യമെന്ന് യോഹന്നാൻ പറഞ്ഞു. യോഹന്നാനോട് പറയാം, ഇപ്പോൾ സമ്മതിക്കുന്ന പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ ഹെവൻലി പ്രോട്ടോകോൾ മുമ്പേ വന്ന ആളിനെ സബ്ഡ്യൂ ചെയ്തേ പറ്റൂ. സോ ഐ എം ഹോണറിങ് യു ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഇഫ് ഐ എം ഹോണറിങ് യു, ഐ ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ഇൻഹെറിറ്റൻസ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ടഫായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങള് ഇഫ് യു ആർ ഹോണറിങ് മീ, അപ്പൊ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ ജീസസ് ഓണർ ചെയ്ത് എന്തിലേക്കാ പ്രവേശിച്ചെന്നറിയോ? കഴിഞ്ഞ തലമുറയിലെ ഒരൊറ്റ ആള് തൊടാത്ത 2 നിക്ഷേപ പെട്ടികൾ അവിടെ കിടപ്പുണ്ട് യോർദാന്റെ അക്കരെ. ഒന്ന് പ്രവാചകന്മാരുടെ ശുശ്രൂഷയും, 2 അപ്പോസ്തോലിക ശുശ്രൂഷയും. അപ്പോസ്തോലിക ശുശ്രൂഷ യേശുക്രിസ്തു തുടങ്ങിയതല്ല. ഞാൻ നിന്നെ ബറവോന് ദൈവമായി മിസ്രീമിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞ് മോസസിൽ ആരംഭിച്ചതാണ് അപ്പോസ്തോലിക മിനിസ്ട്രി. Moses was sent by God. He was the first apostle. That inheritance was there and deposited there in the other shore of Jordan, because Moses died there, Elijah went to heaven from there. ഇവരെ രണ്ടുപേരും ഇൻഹെറിറ്റൻസ് അവിടെ ഇട്ടിട്ടാ പോയേക്കുന്നത്. ജീസസ് came here and he honored the creation. Hallelujah. And he submitted. വെള്ളത്തിൽ എഴുന്നേൽക്കുമ്പോൾ the Bible says the heaven was opened. Heaven was opened. എപ്പോഴും ശ്രദ്ധിച്ചോണം, പ്രാർത്ഥിക്കുന്ന നിന്റെ തലയ്ക്ക് മീതെ സ്വർഗം തുറക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. പ്രാർത്ഥന എവിടെയുണ്ടോ അവിടെ ചലനങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഹെവൻ ഓപ്പൺ. ഞാൻ പലപ്പോഴും ഇത് എന്തിനായി സ്വർഗം തുറന്നത്? പിതാവ് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്? അല്ലല്ലല്ല. രണ്ട് ശുശ്രൂഷയുടെ 2 മിനിസ്ട്രി, ഇത് കേക്ക്, 2 മിനിസ്ട്രിയുടെ 2 ശുശ്രൂഷയുടെ ഇൻഹെറിറ്റൻസ് സ്വീകരിക്കാൻ അത് താഴോട്ട് വരാൻ വേണ്ടി തുറന്നതാണ് ആ വാതിൽ. ആരാണത് തുറന്നത്? ദൈവമക്കൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. ഹെവൻ ഒരിക്കലും ദൈവത്തിന് തുറക്കാൻ പറ്റില്ല. കാരണം തുറക്കാനുള്ള ഹിഞ്ചസ് ഹെവനിലില്ല.
അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിൽ പ്രാർത്ഥിച്ചു. ജൂലൈ നമ്മൾ പറ സ്വർഗത്തിന് തുറക്കാൻ അവിടെ ഓപ്ഷൻ ഇല്ല. കാരണം സ്വർഗത്തിന്റെ വാതിൽ അടച്ചത് ദൈവമല്ല. സ്വർഗത്തിന്റെ വാതിൽ അടച്ചത് ആദമാണ്. മനുഷ്യനാണ് അത് അടച്ചത് കൊണ്ട് മനുഷ്യൻ തുറക്കണം. താങ്ക് യു ജീസസ്. ആരും തുറക്കാതെ അടയ്ക്കുകയും ആരും അടയ്ക്കാതെ തുറക്കുകയും ചെയ്യുന്നവൻ പിന്നെന്തിനാ ലവോദിക്ക സഭയുടെ വാതിൽ വന്ന് മുട്ടുന്നത്? ശ്രദ്ധിക്ക്. എന്തിനാ ലവോദിക്ക സഭയുടെ വാതിൽ മുട്ടുന്നത്? എന്നിട്ട് പറയാ, ആരെങ്കിലും ഒന്ന് തുറന്നാൽ. സെയിൻസ് ശ്രദ്ധിക്കൂ, ആരെങ്കിലും തുറന്നാൽ എന്ന് പറഞ്ഞാൽ നീ തുറക്കണം. തുറക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ കയ്യിലാ. സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ നൽകിയ ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെ ഞാൻ ഈ 4-5-6 ക്ലാസ്സുകൾക്കകത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യമായത്, I need to open it. Hallelujah, hallelujah, hallelujah. I need to open it. I have the choice. ദൈവത്തിന് ഓപ്ഷൻ ഇല്ല. ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കർത്താവേ സ്വർഗം തുറക്കണേ. അപ്പൊ അടുത്ത ചോദ്യം. അങ്ങനെങ്കിൽ യോർദാനിൽ ആ വാതിൽ തുറന്നതാരാ? അത് മറ്റാരുമല്ല, സ്നാനമേറ്റ് കരേറിയ യേശു. എന്തോ ഇതെന്ന് എഴുതിയേക്കുന്നത്? He prayed. പ്രാർത്ഥിച്ചു. പ്രാർത്ഥന എന്ന താക്കോൽ കൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ യേശു തുറന്നു. യേശു താഴേന്ന് തുറന്നത് കൊണ്ടാണ് മുകളിൽ നിന്ന് തുറക്കാനിട വന്നത്. അല്ലെങ്കിൽ മുകളിലെ പ്രവേശനം സാധ്യമായത് താഴെ തുറന്നത് കൊണ്ടാണ്. ഇത് ഇമ്പോർട്ടന്റാ. ഹ്യൂമാനിറ്റിക്കാണ് ആ ചോയ്സ്, സഭയ്ക്കാണ് ആ ചോയ്സ്, പ്രാർത്ഥിക്കുന്നവനാണ് ആ ചോയ്സ്, വിശുദ്ധനാണത് ചോയ്സ്. ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തമ്പുരാനോട് ചൂടെ ഏകാഗ്രതയിൽ ഇരിക്കുന്ന അവിടുത്തെ ദൈവ ജനതയ്ക്കാണ് ആ ചോയ്സ് തന്നിരിക്കുന്നത്. നിങ്ങൾക്കാണ് ആ ചോയ്സ്. ഇന്ന് നാം തുറക്കാതെ സ്വർഗം തുറക്കത്തില്ല. സ്വർഗത്തിന് തുറക്കാൻ പറ്റില്ല. ഇത് ഈ മിസ്റ്റിക്കൽ സ്കൂളിൽ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നാണ്. സ്വർഗത്തിന് തുറക്കാൻ പറ്റില്ല. സ്വർഗത്തിന് തുറക്കാൻ പറ്റില്ല. തുറക്കേണ്ട നാമാണ്. യേശു എന്ന മനുഷ്യപുത്രൻ, ഒടുക്കത്തെ ആദാം, മറിയയുടെ പുത്രൻ, ദാവീദിന്റെ സന്തതി, അബ്രഹാമിന്റെ പൈതൽ. When he prayed, heaven was opened. That means നമ്മൾ കണ്ട സ്വർഗം തുറന്നതാ. പക്ഷേ ആരും അറിഞ്ഞില്ല. പ്രാർത്ഥന എന്ന താക്കോൽ കൊണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, യുണൈറ്റഡ് വിത്ത് ഗോഡ്, opened. You are I'm telling you, brothers and sisters, if you are united with God in prayer, many portals are going to be opened above your head. ഞാനിത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈ അറ്റ്മോസ്ഫിയറിന് മുകളിൽ ഒരു പോർട്ടൽ ഓപ്പൺ ആണ്. കാരണം ഞാൻ പറയുന്ന ഒരു ദൂതും എൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ച ദൂതുകളല്ല. ഞാൻ പറയുന്ന ഓരോ പദങ്ങളും എന്നോട് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പദങ്ങളാണ്, എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പദങ്ങളാണ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിന്റെ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് റിസീവ് ചെയ്യാൻ നിങ്ങളുടെ മുകളിൽ ഒരു ദൈവിക പോർട്ടൽ ഓപ്പൺ ആണ്. നിങ്ങൾ ഒറ്റയ്ക്കാ വീട്ടിൽ, പക്ഷെ നിങ്ങളുടെ മീതെ സ്വർഗം തുറന്നിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Oh Jesus. Oh. Can you imagine the Sorgiya Dudanmar, angelic beings? They're stepping into the sacrificial altar. Oh, can you imagine?
അടുത്ത ചോദ്യം, who is that altar today? Where is that altar? The altar is in the temple. What is the temple now? We are the temple. Woo. We are the temple of the Lord. ഞാനാ ദൈവത്തിന്റെ മന്ദിരം. സാക്രിഫൈസ് എന്റെ ജീവിതമാണ്. I'm asking you a question. Are you ready to be crushed? Paul was severely suffered, punished by many things. താൻ പറഞ്ഞൊരു പദമുണ്ട്, ക്രിസ്തുവിന്റെ ശരീരത്തിൽ പൂരിപ്പിക്കാനുള്ളത്, ബാക്കിയുള്ളത്. എന്തോ പ്രവചനം, എന്തോ വാക്കാ നോക്കി. ക്രിസ്തുവിന്റെ ശരീരത്തിൽ പൂരിപ്പിക്കാൻ ബാക്കിയുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഇയാൾ ആരാടോ എന്ന് ചോദിക്കണം. പ്രപഞ്ച സൃഷ്ടിതാവിന്റെ ഏകജാതനായ പുത്രന്റെ ശരീരത്തിൽ ഇനി വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുകയാണ്. കഷ്ടാനുഭവങ്ങളിൽ അവന്റെ കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് അവന്റെ ശരീരത്തിൽ ഇനിയും ബാക്കിയുള്ള ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് പൂരിപ്പിക്കും. വൈ? എപ്പോഴും ശ്രദ്ധിച്ചോ, സഫറിങ്സ്, റിജക്ഷൻസ്, ലോൺലിനെസ്, ടിയേഴ്സ് is a part of mystics. It's very hard. It is a message against the modern theology. പക്ഷെ എപ്പോഴൊക്കെ നിങ്ങൾ ഒരു ക്രഷിങ്ങിലൂടെ പോകുമോ, you will come out with a new revelation. എപ്പോഴൊക്കെ നിങ്ങൾ റിജക്ഷൻസിലൂടെ പോകുമോ, അപ്പോഴൊക്കെ നിങ്ങൾക്കൊരു വെളിപ്പാട് ദൈവം തന്നിരിക്കും. Nowadays people doesn't want, ജനങ്ങൾക്ക് അത് ആവശ്യമില്ല, ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. That's why they're not getting into the revelation. I'm a crushed person. I just went through so many rejections, ഒറ്റപ്പെടൽ, അടിച്ചമർത്തൽ. നിങ്ങളൊക്കെ ഇമാജിൻ ചെയ്തതിനേക്കാൾ, നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്ത് I went through the crushing and sufferings. I do not know how to express all. Still today, innum I'm going through that. But I just found one thing. കൊല്ലാൻ വേണ്ടി എറിഞ്ഞിട്ടും ചാകുന്നില്ല, തകർക്കാൻ വേണ്ടി പ്രസ് ചെയ്തിട്ടും തകരുന്നില്ല. പോളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. എല്ലാ മിസ്റ്റേക്സും ശ്രദ്ധിച്ചോ. ഓരോ കർത്തദാസന്മാരോട് ഞാൻ പറയാം, നിങ്ങൾ ഞരങ്ങുന്നത്, കണ്ണുനീർ ഒഴുക്കുന്നത്, നിലവിളിക്കുന്നത്, ആക്ഷേപം കേൾക്കുന്നത്, ഒറ്റപ്പെടുന്നത്, നിങ്ങൾ പോകുന്ന ഓരോ പാതയും സ്വർഗത്തിന്റെ അക്കൗണ്ട് ബുക്കിൽ അതുണ്ട്. നാളെ നിങ്ങൾ ലോകത്തിന് കൊടുക്കാൻ പോകുന്ന വെളിപ്പാട്, ലോകത്തിന് കൊടുക്കാൻ പോകുന്ന തേജസ്സേറിയ ദൈവ ശബ്ദം നിങ്ങളുടെ സങ്കടത്തിൽ ഉണ്ടായി വന്നതാണ്. എപ്പോഴും ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ സാക്രിഫൈസിന് മാത്രമേ ഹെവനിലേക്ക് ദൂതനെ കയറ്റിവിടാൻ ഒരു വഴി തുറക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ജ്വാലയിലൂടെ മാത്രമേ ദൂതൻ അക്കരയ്ക്ക് പ്രവേശിക്കത്തുള്ളൂ. ഇത് മനസ്സിലായവർക്കായി സ്തോത്രം. നിങ്ങൾ കത്തുന്ന തീയിലൂടെ മാത്രമേ ദൈവദൂതന് സ്വർഗത്തിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ സ്വർഗത്തെയും നിങ്ങളെയും കണക്ട് ചെയ്യുന്നതാണ് ആ ജ്വാല. കത്തുന്നു, പക്ഷെ നമ്മൾ വെന്തു പോകുന്നില്ല. ഒറ്റപ്പെടുത്തുന്നു, പക്ഷെ നമ്മൾ ഒറ്റപ്പെടുന്നില്ല. പക്ഷെ വീണ്ടും വീണ്ടും ജീവൻ വരും. സ്തോത്രം.
മുറിച്ചിട്ടാലും വീണ്ടും കിളുത്ത് വരിക. That's a mystical life. Jesus was like, അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് വായിച്ചിട്ടില്ലേ, ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്തൊക്കെയും, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന് 7-ാം വാക്യം, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചന കഴിക്കുകയും ഭയഭക്തി മുഖാന്തരം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അവന്റെ ജീവകാലമൊക്കെയും he was crying with tears and full of pride because the life with the God Almighty is a life for tears. I'm not preaching poverty. I'm not preaching about all this self-humility. I'm talking about the reality. നിങ്ങൾ അപ്പൻ്റെ കൂടെ ഒരു മിനിറ്റ് പോയി ഒന്ന് യുണൈറ്റഡ് ആയി നോക്കും, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഹൃദയം തകരാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എവറി ബ്രോക്കൺനെസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ഇൻ ടു ദ ലോർഡ് ഓൾമൈറ്റി. എടാ, പന്നി തരുന്ന വാളവര പോലും തരാത്ത നിന്നെ പന്നിക്കൂട്ടി നിറക്കി വിടുന്നെങ്കിൽ അത് നിന്റെ അപ്പന്റെ വീട്ടിലേക്ക് ഓടിപ്പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. നിന്റെ ദാരിദ്ര്യവും നിന്റെ ഇല്ലായ്മയും നിന്റെ ഒറ്റപ്പെടലും നിന്റെ വിശപ്പും നിന്റെ അവജ്ഞയും നിന്റെ അവഗണനയും നിന്റെ നാറിയ ജീവിതവും നിന്റെ അപ്പന്റെ അടുക്കിലേക്ക് പോകാനുള്ള നിന്റെ ആകെയുള്ള ഓപ്പർച്യൂണിറ്റി. ഇത് ശ്രദ്ധയോടെ കേൾക്കണം. Abraham was like that. Paul was like that. ഈ വേർഡ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം. ജസ്റ്റ് മെഡിറ്റേറ്റ്. ജഡ്ജസ് ചാപ്റ്റർ 14 verse 19 and 20. ഞാൻ ഇന്നിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് വെളിപ്പാട് നിങ്ങൾക്ക് ദൈവം അതിലൂടെ തന്നെ ജ്വാലയിലൂടെ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമോ, മോനെ, ദൈവത്തിന്റെ കരങ്ങളിൽ സൗരഭിവാസനയുള്ള യാഗമായി സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും ആ ജ്വാലയിലൂടെയാണ് സ്വർഗത്തിന്റെ കണക്ഷൻ. അവിടെയാ കണക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. അവിടെയാ കണക്ഷൻ. അവിടെയാണ് ദൂതന്മാർ കയറുന്നത്, ഇറങ്ങുന്നത്. അവിടെയാണ് ദൂതന്മാരുടെ സഞ്ചാരപഥം. അവിടെയാണ് സ്വർഗത്തിന്റെ വാതിൽ. അവിടെയാണ് ഗേറ്റ് വേ. അവിടെയാണ് ലാഡർ. അവിടെയാണ് ദൈവത്തിന്റെ പോർട്ടൽ. അവിടെയാ ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും. അതുകൊണ്ടാ പ്രാർത്ഥനാ മുറികളിൽ ദൈവദൂത സഞ്ചാരം ഉണ്ടാകുന്നത്. ബെഥേൽ, എനിക്ക് ഒരു വർഷം പ്രസംഗിക്കാനാ അത്ര പ്രചോദനമാണ്. ബെഥേൽ ഒരു പവർഫുൾ പ്ലേസ് ആണ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ബ്ലൂ പ്രിന്റിംഗ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ്, നിങ്ങൾക്കറിയാമോ, യെരൂശലേം ദൈവാലയത്തിന്റെ ബ്ലൂ പ്രിന്റ് എവിടെന്നാ എടുത്തെന്നറിയാമോ? യെരൂശലേം ദേവാലയത്തിന്റെ ബ്ലൂ പ്രിന്റ് ബെഥേലിൽ യാക്കോബിന്റെ ഉറക്കത്തിലെടുത്ത ബ്ലൂ പ്രിന്റ് ആണ്. ഒരു പുരുഷൻ കിടന്നുറങ്ങുന്ന രൂപമാ യെരൂശലേമിന്റെ രൂപം. അതായത് യെരൂശലേം ദേവാലയത്തിന്റെ അനാട്ടമി ഒരു പുരുഷ ശരീരത്തിന്റെ അനാട്ടമിയാണ്. എനിക്ക് തോന്നുന്നു അപ്പനെയും കളിപ്പിച്ച് ചേട്ടനെയും കളിപ്പിച്ച് കുരുക്ക് സ്വഭാവം ഒക്കെ കാണിക്കുന്ന ഒരുത്തൻ ഒരു രാത്രി എത്തിയത് ബെഥേലായതുകൊണ്ട് ആ കുരുട്ടുകുത്തിക്കാരനെ, ആ ചതിയനെ കണ്ടിട്ട് തമ്പുരാൻ പറഞ്ഞു, കിടന്നുറങ്ങടാ, നിന്റെ ബോഡിയുടെ ആ ഒരു ഔട്ട്ലൈൻ ഞാനൊന്ന് വരച്ചോട്ടെ. എന്തിനാ കർത്താവേ ഈ പരാജയപ്പെട്ട ഈ കള്ളന്റെ, ഈ മറ്റുള്ളവരെ കബളിപ്പിക്കുന്നവന്റെ, ഈ അപ്പനെ കളിപ്പിച്ചവന്റെ ഔട്ട്ലൈൻ ഇരിക്കട്ടെ. ഇത് ഭാവിയിൽ എൻ്റെ ഹൃദയപ്രകാരമുള്ളവന് ഞാൻ ഇതിന്റെ ബ്ലൂ പ്രിന്റ് കൊടുക്കും. എന്നിട്ട് എൻ്റെ ഹൃദയവുമായി ഒട്ടിച്ചേർന്നിരിക്കുന്ന ഒരുത്തം വരും, അവന്റെ പേര് ശലോമോൻ എന്ന. അവൻ ഈ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് ഒരു ആലയം പണി. എൻ്റെ ആലയത്തിലെ സ്വർഗത്തിന്റെ ഹെവൻലി എലിവേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ രൂപമാണ്. ഒരു സ്ഥലമാണ്. അവിടെ മരണം, നാട്ടിയപ്പോൾ റിസറക്ഷൻ, ഓയില് പറന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പകർച്ച, ഇത് എന്തെല്ലാം സംഭവിച്ചു. അടുത്തത് അവിടെ ഒരു വലിയ ട്രൂത്ത് പറഞ്ഞു, നീ എനിക്ക് നൽകുന്നതിലെല്ലാം ഞാൻ നിനക്ക് എന്ത് തരും? ദശാംശം തരും. ഐ വിൽ ഗിവ് യു ടൈത്ത്. ടൈത്തും ഇവിടുത്തെ കാര്യമാണ്, അല്ലാതെ ചന്തയ്ക്ക് ജീവിക്കുന്നവരുടെ കഥയല്ല. ടൈത്തിങ് എന്ന് പറയുന്നത് ഇതുപോലെ ബെഥേലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ലൈഫ് സ്റ്റൈലാണ്. ഞാൻ ടെല്ലിങ് ദ ട്രൂത്ത്. അല്ലാതെ ചുമ്മാതകരെ കറങ്ങി അടിച്ച് മതത്തിന്റെ ആളായിട്ട് നടക്കുന്നവർക്ക് ടൈത്തിങ് എന്ന് പറഞ്ഞാൽ ബോറിങ്. ഐ എം എ മാൻ ഓഫ് ടൈത്തിങ്. ഞാൻ എനിക്ക് കിട്ടുന്നതിനെല്ലാം ടൈത്ത് കൊടുക്കും.
ഓപ്പൺലി ഐ ആം ടെല്ലിങ്, ഇതിന് സാക്ഷി സർവശക്തിയുള്ള ദൈവം. കാരണം എൻ്റെ അപ്പൻ ടൈത്തിങ്ങിൻ്റെ ആളാണ്. എൻ്റെ അപ്പൻ ടൈത്ത് കൊടുക്കുമായിരുന്നു. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, പണ്ട് ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ ചർച്ചിൽ, ഞങ്ങളുടെ സ്കൂളിൽ ഏതോ ഒരു പിരിവ് വന്നായിരുന്നു. എന്തോ ഒരു കാശ് കൊടുക്കണം, എന്തോ ഒരു പ്രൊജക്റ്റ് വന്നപ്പോൾ പണം കൊടുക്കണം. 40 രൂപ കൊടുക്കേണ്ടത്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 40 രൂപ കൊടുക്കാൻ അപ്പനോട് അപ്പൻ്റെ എൻ്റെ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ അപ്പം ഇല്ലാത്ത സമയത്ത് അപ്പൻ്റെ പേഴ്സ് തപ്പി നോക്കിയപ്പോൾ ആ പേഴ്സിനകത്ത് 300 രൂപ കണ്ട് ഇരിപ്പുണ്ട്. എനിക്ക് ഭയങ്കര വിഷമായി. പേഴ്സിൽ പൈസ വെച്ചിട്ട് സ്കൂളിൽ കൊടുക്കാൻ തരുന്നില്ല. അവസാനം ടീച്ചർ ഇറക്കി വിട്ടു. 40 രൂപ കൊടുക്കാത്തതിനാലേ ഇറക്കി വിട്ടു. ഞാൻ ഇറങ്ങിപ്പോയി. 2 ദിവസം സ്കൂളിൽ പോയില്ല. അപ്പം തന്നില്ല. ഞാൻ അവരോട് ചോദിച്ചു, പേഴ്സിൽ പൈസ വെച്ചിട്ട് എന്താപ്പാ തരാതെ? എന്നെ സ്കൂളിൽ പോലും കയറ്റുന്നില്ല. 40 രൂപ തന്നപ്പോൾ തരൂല്ലടാന്ന്. അതെന്താന്ന് ചോദിച്ചു. അത് ഞാൻ ജോലി ചെയ്തതിനകത്ത് കർത്താവിന് കൊടുക്കാൻ വെച്ചിരുന്ന ടൈത്താ. ടൈത്ത് കൊടുത്തിട്ട് ഞാൻ ഫീസ് തരത്തില്ലെന്ന് പറഞ്ഞു. നീ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ അപ്പൻ. മേശിരിയാണ്. ഞാൻ വിചാരിച്ചു ഈ മനുഷ്യനൊക്കെ ഈ വെളിപ്പാട് എവിടെ കിട്ടി? എനിക്കറിയത്തില്ല. ഇതൊക്കെ കിട്ടിയത് ഒരു ബദേലി വെച്ച് ഒരുത്തം കിട്ടിയതാണ്. മഹാരാജാവായ ദൈവത്തിന്റെ പ്രതിനിധിയായി വന്ന മൽക്കിസദേക്കിന്റെ പ്രത്യക്ഷതയിലാണ് അബ്രഹാമിന് ആദ്യം ഈ വെളിപ്പാട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇതൊരു എൻകൗണ്ടർ. അതുകൊണ്ട് ലൈവിൽ എല്ലാവരും അത് എടുത്തോണം കേട്ടോ. എവ്രിബഡി. ടൈത്തിങ് എന്ന് പറയുന്നത് മിസ്റ്റിസിസത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ ഭൗതികത കിടക്കുന്ന അവിടെയാണ്. നിങ്ങൾക്കറിയാമോ, ഇഫ് യു ആർ ടൈത്തിങ് യു ആർ ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ഹെവൻ ആയിരിക്കും. കാരണം ടൈത്തിങ് ഈസ് യശുവയാ. നിങ്ങൾ എടുക്കുന്ന ടൈത്ത് ക്രിസ്തുവാ. നിങ്ങളുടെ നന്മയ്ക്കകത്തുള്ള ആകെയുള്ള ക്രിസ്തു എന്ന് പറയുന്നത് ആ ടൈത്താണ്. ഇത് എനിക്കിതിപ്പം ടൈത്ത് പഠിപ്പിക്കാൻ വന്നതല്ല. ഞാൻ ആ ബദേല് വന്നപ്പോൾ അങ്ങ് പറഞ്ഞതാ. ദയവായിട്ട് ക്ഷമിക്കണേ. ഈ നാളെ ഞാൻ കവറും കൊണ്ട് തരത്തില്ല. ആർക്കും ഇതിനകത്തിരിക്കുന്നവർക്ക് ആർക്കും കവർ തരുന്നില്ല, പേടിക്കണം. പക്ഷെ ഞാനിതൊരു സ്പിരിച്വൽ സീക്രട്ട് പറയാം. നിങ്ങൾക്കൊരു 100 രൂപ കിട്ടിയാൽ അതിനകത്ത് 10 രൂപ ക്രിസ്തുവാണ്. 10 രൂപ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ വെച്ചുകൊണ്ട് നിങ്ങൾ ഏത്തപ്പഴം തിന്നരുത്. അത് റെവലേഷൻ. ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റിനെ കൊണ്ട് നിങ്ങൾ എങ്ങോട്ട് പോക്കണം? ദൈവാലയത്തിൽ പോക്കണം. അത്രേ ഉള്ളൂ. അതാണ് ഈ ചേർച്ച് ഈസ് കണക്റ്റഡ് വിത്ത് ക്രൈസ്റ്റ്. സോ അതുകൊണ്ടാണ് ഇത് ഞാൻ തുറന്നു പറയുന്നത്. ഈസ് എ പാർട്ട് ഓഫ് ദ ബേദേൽ. ഇസ് നോട്ട് മണി. ഇത് പണത്തെ പിരിക്കുന്ന മാർഗമൊന്നുമല്ല. ഇതൊരു റെവലേഷനാണ്. അതുകൊണ്ടാണ് ഈ വിഷയം പൗലോസ് പഠിപ്പിച്ചപ്പോൾ എബ്രായത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾ ശിശു ആയതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നില്ല, തൽക്കാലം നിർത്തുക. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ദ മച്ചുവേർഡ് വൺ. ലിസൺ, ഇതൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും മാക്സിമം ഞാൻ നിങ്ങളോട് പറയുന്നതിന്റെ കാരണം, ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിട്ട് ഇരിക്കരുത്. ഈ വിഷയങ്ങളെ നിങ്ങൾ പ്രാപ്തിക്കനുസരിച്ച് പ്രാപിക്കാൻ തയ്യാറാണ്. ബദേലിന്റെ ഒരു നെക്സ്റ്റ് ക്ലൈമാക്സ് നമുക്ക് നാളെ പോകണം. നാളെ കൊണ്ട് ബദേൽ തീരത്തില്ല. ബദേലിൽ നിന്ന് നമ്മൾ 3 പഠനങ്ങൾ ആരംഭിക്കാൻ പോകുന്ന: പോർട്ടൽ, 2 ഗേറ്റ് വേ ഓഫ് ഹെവൻ, 3 ലാഡർ. ഈ 3 ബദേലിൽ നമ്മൾ പഠിക്കണം. അതിൽ ദൈവം നൽകുന്ന കൃപയ്ക്കൊത്തോണം നമുക്ക് പോകണം. 1 പോർട്ടലിനെ കുറിച്ച് പഠിക്കണം. 2 ഗേറ്റ് വേ, സ്വർഗത്തിന്റെ വാതിൽ എന്നൊരു സാധനം, ഒരു കാര്യമുണ്ട്, അത് പഠിക്കണം. 3 ഒരു കൊവേണിയെ കുറിച്ചുണ്ട്. കൊവേണിയെ കുറിച്ച് ഒരു 3 ക്ലാസ് എങ്കിലും പോകുമെന്നാണ് എൻ്റെ ധാരണ. എത്ര പോകുന്നു എനിക്കറിയത്തില്ല. മേ ബി നമുക്ക് ഒന്നായിരിക്കും. കർത്താവ് അങ്ങനെ പറയുന്നില്ല. എന്തായാലും ഈ 3 കാര്യങ്ങൾ ബദേലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളത് പഠിച്ചേ പറ്റത്തുള്ളൂ. കാരണം അവിടെയാണ് സ്വർഗത്തിന്റെ വാതിൽ, അവിടെയാണ് സ്വർഗത്തിന്റെ പോർട്ടൽ. ഈ പോർട്ടലും ഗേറ്റ് വേയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ നാം ലാഡറിനെ കുറിച്ച് പഠിക്കണം. അത് ക്രിസ്തുവുമായിട്ട് നമുക്ക് എങ്ങനെ കണക്റ്റഡ് ആയി എന്നുള്ള വിഷയങ്ങൾ നാം അടുത്ത ദിവസങ്ങളിൽ പഠിക്കാൻ നിർബന്ധിതരും ആത്മനിയുക്തരുമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ